أدم الصلاة على الحبيب محمد فقبولها حتما بدون تردد. أعمالنا والله أعمالنا بين القبول وردها إلا الصلاة إلا الصلاة إلا الصلاة على الحبيب محمد. മുത്തം കൊടുക്കാൻ കൊണ്ടുപോകുമ്പോ ചക്കം വിചാരിച്ച് തിന്നാൻ കൊണ്ടുപോകുന്നേ പൈന് കൊണ്ടുപോകുന്നത് ഐസ് കൊണ്ടുപോകുന്നത് കരച്ചലാവിത് ആവിത് കരഞ്ഞപ്പോ ഈ പെണ്ണ് താൻ നോടി വന്ന് കൈനട്ടി അമ്പിളി അമ്മാവാ നിന്റെ കൊമ്പളി കൊണ്ടൊക്കെ കൊണ്ടാണ് തിരിച്ചു കൊടുത്തപ്പോ കുഞ്ഞിന് സമാധാനം യാ റബ്ബി ഇതേടുന്ന ആൾക്ക് ജബലുപൈസ പർവ്വതത്തിന്റെ മേലെയാണ് ഇതെന്നായി കാണുന്നു. ഇത് ഉമ്മാമയല്ല ഉമഹാമയാണ്. ഇങ്ങനത്തെ ഒരു ഉമ്മാമ ഇല്ലാണ്ട് കിളവല്ല. ഓടങ്ങാൻ അറിയാണ്ട് മേത്ത് വീണ വേറെ കവർ വീക്കേണ്ടി വരില്ല. പോയിക്കോളും കവറിലേക്ക്. എന്നിട്ട് മസൂദിന്റെ ഭാര്യയാകുന്ന ഫർഗനാസ് എന്ന് പറഞ്ഞ നമ്മുടെ പെണ്ണിനെ മലീകയാകി അഭിനയിക്കുന്ന പെണ്ണിനെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. അവളിന് കൊട്ടാരത്തിൽ ജീവിക്കട്ടെ, നമുക്കൊന്ന് മദീനയിൽ പോയിട്ട് തിരിച്ചു വരാം. ഈ സംഭവം നടക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഒരു യോഗം വിളിച്ചു കൂട്ടി. മെമ്പറിന്റെ അടുത്ത് നിന്നത് വികാരധീനനായിട്ട് അബൂബക്കർ സിദ്ദീഖ് പ്രസംഗം നടത്താൻ കരഞ്ഞുകൊണ്ട് പറയാണ്, അയ്യോ സഹോദരങ്ങളെ, ആ കിടക്കുന്നത് ആരാണെന്നറിയോ? മെമ്പറിൽ നിന്ന് വലത്തേക്ക് ചൂണ്ടിൽ പറഞ്ഞ ആ കിടക്കുന്നത് ആരാണെന്നറിയോ? അവർ പറഞ്ഞു ഖാതിമുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസഹ്ബിഹി വസല്ലം. ഖാതിമുൻ നബിയാണ് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ഖാതിമുൻ നബിയാണ് കിടക്കണമെങ്കിൽ പിന്നെ ഒരു പ്രവാചകൻ ഉണ്ടാവുമോ? അവർ പറഞ്ഞില്ല. എന്നതാ എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് മസ്ജിദ് നബിയിൽ കത്ത് ഉയർത്തിക്കൊടുത്ത് പറഞ്ഞു, ഇത് കത്ത് ഖാതിമുൻ നബി എന്ന് പറയുന്നവന്റെ കത്ത്. കള്ളപ്രവാചകൻ മുസൈലിമ ഈ കാലം വരെ പറഞ്ഞത് അവർ പ്രവാചകനാണെന്നാണ്. ഇപ്പോഴവർ വാദിക്കുന്നത് മുഹമ്മദ് മരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ ഖാതിമുൻ നബി ഞാനാണ്. മുഹമ്മദ് മരിച്ച പിന്നത്തെ നബിയല്ലേ ഖാതിമുൻ നബി, അതുകൊണ്ട് ഞാൻ എന്റെ പ്രവാചകനാണ്. അതാണ് അവന്റെ വാദം. പാടില്ല, ആ വാദം ദുനിയാവിൽ ഉയരാൻ പാടില്ല. അങ്ങനെ വാദിക്കുന്നവന്റെ ഗണച്ഛേദം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എവിടെ ഖാലിദ്? എവിടെ ഖാലിദ്? സഹസിലേക്ക് നോക്കി അബൂബക്കർ സിദ്ദീഖ് വിളിച്ചപ്പോ ഞാനിതാ വന്നിരിക്കുന്നു. ഖാലിദ് ബിൻ വലീദ് എഴുന്നേറ്റ് വന്നു. ആദാനുവാഹുമായ നീണ്ട വലിയ നല്ല പുരുഷൻ ഖാലിദ് ബിൻ വലീദ് നടന്നു വന്നപ്പോ ഖാലിദിൻ തിരിച്ചുകളിൽ തട്ടിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഖാലിദേ, യമാമയിലേക്ക് നീ പോകണം, സൈന്യത്തെയും കൊണ്ട് പോകണം. ഒന്നുകിൽ കീഴടങ്ങണം, ഇല്ലെങ്കിൽ ഖാതിമുൻ നബിയാണെന്ന് വാദിക്കുന്നവന്റെ ഗണച്ഛേദം നീ നടത്തണം. പിന്നവൻ ദുനിയാവിൽ ജീവിച്ചിരിക്കരുത് എന്ന് പറഞ്ഞപ്പോ അബൂബക്കറിന്റെ ചാരത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞൊരു നടത്താൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൂടെ യാ ഹദ്റത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന തിരുറൗദയിലേക്ക് ആ ഉജ്റത്ത് ഷരീഫിൽ കിടന്ന് സലാം പറഞ്ഞിട്ട് ഖാലിദ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, ഞാൻ റെഡി. കൽബിന്റെ ഉള്ളിലായി മന്ത്രം ചൊല്ലിലായി മുഴങ്ങി ഖാലിദും ധർമ്മവിപ്ലവത്തിനൊരുങ്ങി കരളെ തുടിക്കുന്നേ കോരി പറിക്കുന്നേ. കൽബിന്റെ ഉള്ളിലായി മന്ത്രം ചൊല്ലിലായി മുഴങ്ങി ഖാലിദും ധർമ്മവിപ്ലവത്തിനൊരുങ്ങി കരളെ തുടിക്കുന്നേ കോരി പറിക്കുന്നേ. കാട്ടിടുവാനവർ ചേരിൽ ദിക്കുകളൊക്കെ മുഴക്കിയ ഹാൽ സത്യസഹാവോരത്തിനു മുന്നിൽ അക്കത് കാട്ടിടുവാനവർ ചേരിൽ ദിക്കുകളൊക്കെ മുഴക്കിയ ഹാൽ സത്യസഹാവോരത്തിനു മുന്നിൽ വീടിനായി കൊല്ലും വേടിയാനായൊരുങ്ങുന്നി വീരതയാറെ പടക്കോപ്പുമൊരുക്കുന്നി ജീവനിൽ കൊതിയിലും ആഹിറമോർക്കുന്നേ കരട് തുടിക്കുന്നേ കോരിത്തര
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യമാമയിലേക്ക് യുദ്ധസംഘവുമായി പുറപ്പെടാൻ തീരുമാനിച്ചു. 30,000-ഓളം വരുന്ന തന്റെ പട്ടാളത്തെ നയിച്ചുകൊണ്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യമാമയിലേക്ക് യാത്ര തിരിച്ചു. അഖറബ എന്നൊരു സ്ഥലത്തെത്തി. അഖറബ ഒരു ടേണിംഗ് പോയിന്റാണ്. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ എത്തുന്നത് ഖാദിസിയയിലാണ്, ഇറാനിൽ. ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞാലെത്തും യമാമയിലേക്ക്. അവിടെ അന്ന് രാത്രി ടെന്റ് കെട്ടി സൈന്യത്തെ നിർത്തി ഖാലിദ് ബിൻ വലീദ്. പക്ഷേ മദീനയുടെ ഭാഗത്തേക്കാണ് മുസൈലിമയുടെ ചാരന്മാരുടെ നോട്ടം. എപ്പോഴാ ഒരു വരിക എന്ന് പറയാൻ പറ്റൂല. രഹസ്യചാരന്മാർ നോക്കി ഖാലിദ് ബിൻ വലീദ് പുറപ്പെട്ട വിവരം മണപ്പറിഞ്ഞു പറഞ്ഞു. എന്നിട്ട് അവര് മുസൈലിമയ്ക്ക് വിവരം അറിയിക്കാൻ വേണ്ടി പോയി. രാത്രി കുഞ്ഞു ഉറങ്ങാത്തത് കൊണ്ട് നമ്മുടെ ഫർഹനാസ് ഉറങ്ങിയിട്ടില്ല. അവൾ ആബിദിനെ മെല്ലെ മെല്ലെ ഉറക്കിയിട്ട് ഉറക്കം വരാൻ ഇങ്ങനെ കിടക്കുമ്പോ ഗേറ്റ് തുറക്കുന്ന ഒരു ശബ്ദം കേട്ടു. അവൾ തന്റെ മുറിയിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് നോക്കി. ജനാല തുറന്ന് പുറത്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച 2-3 പേർ മെല്ലെ നടന്നു വരിക. വയസ്സായ ഒരു മനുഷ്യരുടെ മുന്നിൽ വേഗം 2 ചെറുപ്പക്കാരും. ഇവളിങ്ങനെ ചിന്തിച്ചു, രാത്രിയായാൽ ഒരു കുട്ടിക്കും ഗേറ്റ് തുറന്നു കൊടുക്കൂല. മുസൈലിമയുടെ മകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് ഗേറ്റ് തുറന്നു തന്നിട്ടില്ല. അപ്പൊ ഇവരാരും കാര്യപ്പെട്ട ആളാണ്. എന്തോ രഹസ്യം സംഭവിക്കുന്നുണ്ട്, ഇതറിയണം. ഇവളെ മെല്ലെ റൂം പൂട്ടി പുറത്തിറങ്ങി. മുസൈലിമ കിടക്കുന്ന റൂമിന്റെ പുറത്തൊരു കർട്ടൻ ഉണ്ട് ബാക്കിൽ. ആ കർട്ടന്റെ ബാക്കിൽ പോയി നമ്മുടെ ഫർഹനാസ് ഒളിച്ചിരുന്നു. അപ്പോഴ് 3 പേര് നടന്നു വന്നു മുസൈലിമയുടെ കൊട്ടാരത്തിന്റെ അകത്തേക്ക്. മുസൈലിമയുടെ ഡോറിനെ അവർ തട്ടാൻ തുടങ്ങി. കഥകൾ പറഞ്ഞിരുന്നു, കുതുകുലമാവർ ചൊല്ലുന്നു. റസൂലുള്ളാഹിന്റെ ഒരു പഴയകാല സഹാബി നഹാറ റജാൽ ഇബ്നു ഉർവ യമാമയിൽ വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ വേണ്ടി പ്രസംഗിച്ചു. മുസൈലിമ കള്ളപ്രവാചകനാണെന്ന് യമാമയിൽ വന്ന് ധൈര്യസമേതം പ്രസംഗിച്ചു നഹാർ. ആ നഹാറിന്റെ പ്രസംഗം ഒളിച്ചിരുന്ന് കേട്ടു മുസൈലിമത്ത് സലാമ. അവന്റെ നാവിന്റെ മൂർച്ച കണ്ടപ്പോ മുസൈലിമക്ക് ഒരു കാര്യം മനസ്സിലായി, അവൻ തനിക്ക് കിട്ടിയാൽ വേറൊരു പ്രബോധകന് വേണ്ടെന്നില്ല. ഒരു ദിവസം രാത്രി നഹാറിനെ രഹസ്യമായി തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. നഹാറിനെ കൊണ്ടുവന്നിട്ട് മുന്നിലെത്തിയിട്ട് മുസൈലിമത്ത് സമാമ നഹാറിനോട് പറഞ്ഞു, നിനക്ക് ജീവിക്കാൻ, ആജീവനാകെ ജീവിക്കാൻ, നിന്നെ ഇട്ടമൂടാൻ സ്വർണവും പണവും ഞാൻ നിനക്ക് തരാം. എനിക്ക് വേണ്ടി വാദിക്കുമെങ്കിൽ ആദർശത്തിനെ പണത്തിന്റെ മുന്നിൽ അടിയറ വെച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദ്യയാണ് നഹാർ അർ-റജാൽ ബിൻ ഉർവ. റസൂൽ പറഞ്ഞു വിട്ട മനുഷ്യൻ ശത്രുവിന്റെ കയ്യിലാണ്. അവന്റെ പൊന്നിനും പണത്തിനും പെണ്ണിനും വേണ്ടി റസൂലുള്ളാഹിക്കെതിരെ പ്രസംഗിച്ചു നഹാർ അർ-റജാൽ ബിൻ ഉർവ. റസൂലുള്ളാഹി വഫാത്തായി കഴിഞ്ഞിരിക്കുന്നു. നഹാർ അപ്പോഴും ജീവിച്ചിരിക്കുന്നു മുസൈലിമയുടെ പ്രബോധകനായിട്ട്. ആ മുസൈലിമയാണ് വന്നിരിക്കുന്നത്. മുസൈലിമയുടെ കൊട്ടാരത്തിലാണ് വന്നിരിക്കുന്നത് നഹാർ. നഹാർ വന്നിട്ട് പറഞ്ഞു, മുസൈലിമ വളരെ രഹസ്യമായ ഒരു കാര്യം പറയാൻ വന്നതാ. എന്താ? നമ്മളെ തകർക്കാൻ ഖാലിദ് ബിൻ വലീദ് കൂട്ടിനും വരുന്നുണ്ട്. അവൻ അഖറബയിലെത്തിയിട്ടുണ്ട്. ചാരന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിനക്കറിയാലോ മുസൈലിമ, ഖാലിദ് ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു വല്ലാത്ത സാധന. ഖാലിദ് വന്നാൽ മൊത്തം കാലിയാകും. അതുകൊണ്ട് എനിക്ക് നല്ല പരിചയമുള്ള ആളാ ഖാലിദ് ബിൻ വലീദ്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോ നഹാർ മുസൈലിമ പറഞ്ഞു, അഖറബയിലാണ് അവരിയ്ക്കുന്നതെങ്കിൽ യമാമയിലേക്ക് വരിക പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തൂടെയായിരിക്കും. പേർഷ്യൻ പസഫിക് ഓഷ്യന്റെ തീരത്തോടെ അവരിങ്ങോട്ട് വരും. അങ്ങനെ വരുന്നതാണെങ്കിൽ ആ ഭാഗത്ത് വാരിക്കുഴി കുഴിക്കണം. വാരിക്കുഴി എന്ന് പറഞ്ഞാൽ എന്താ? കാട്ടിൽ ആനയെ പിടിക്കാൻ കുടിക്കുന്ന കുണ്ട്. വലിയ കുഴി കുടിച്ചിട്ട് അതിന്റെ മേലെ കമ്പും മണ്ണൊക്കെ ഇട്ടിട്ട് കുണ്ടില്ലാത്ത പോലെ ആക്കിയിട്ടുള്ള ആനയെ പിടിക്കാം. അല്ലാണ്ട് കാട്ടിൽ ഒരു ദിവസം രാവിലെ പോയിട്ട് അസ്സലാമു അലൈക്കും ആനയെ നമുക്ക് ഉണ്ടാക്കും പൊരക്കോച്ചാൽ ആനങ്ങ് വരൂല. അപ്പൊ ആനയെ പിടിക്കാൻ അങ്ങനെ വാരിക്കുഴി കുഴിക്കണം. മുസ്ലിം സൈന്യം അതുപടി വരുമ്പോ നേതാക്കന്മാരാ മുമ്പിലുണ്ടാകുക. അവര് കുടിയിൽ വീഴും. കുടിയിൽ വീണ 2 ഭാഗത്തിരിക്കുന്ന പട്ടാളക്കാര് അമ്പെയ്ത് കൊന്നുകളയണം. മുസൈലിമയുടെ ഒടുക്കത്തെ തന്ത്രം ഇതവൻ പറഞ്ഞപ്പോ രാത്രി തന്നെ പട്ടാളക്കാർക്ക് പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്ത് വാരിക്കുഴി കുഴിക്കാനുള്ള നിർദ്ദേശം കൊടുക്കാൻ നഹാറും കൂട്ടനും പോയി. പക്ഷേ ഈ കഥകൾ കൃത്യമായി ഒരു കർട്ടന്റെ ബാക്കിൽ നിന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മളെ പെണ്ണ്. അവളിങ്ങനെ ചിന്തിച്ചു, എന്റെ ഉപ്പന്നങ്ങനെ പറഞ്ഞു വിട്ടത് എത്ര നന്നായി. ഈ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുകയാണ് എന്റെ ദൗത്യം. പക്ഷെ അവൾ മുറിയിലേക്ക് പോയി. നേരം വെളുക്കുന്നവരെ കിടന്നിട്ട് ആലോചിച്ചു, ഈ രഹസ്യം എങ്ങനെ ഖാലിദിനെ അറിയിക്കും? അഖറബയിലുള്ള ഖാലിദിനെ എങ്ങനെ അറിയിക്കാം? മൊബൈലോ ഫോണോ ഇല്ലാത്ത കാലല്ലേ. വിവരം അറിയിക്കാൻ എവിടെ നിന്ന് പോയാൽ പിടിക്കപ്പെടും, എങ്ങനെ പോകും? അവസാനം സുബഹി സമയമായി. മെല്ലെ പുറത്തുപോയി വുദു എടുത്ത് അകത്ത് വന്നു.
മുസൈലിമയുടെ പക്ഷക്കാരൻ നിസ്കരിക്കാറില്ല. മുസൈലിം അനുയായികളോട് പറഞ്ഞത് 5 വക്ത നിസ്കാരം മുഹമ്മദിന് മെഹറാജിന്റെ രാത്രി കൊടുത്തതാ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഞാൻ മെഹറാജിന് പോയപ്പോ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല എന്നാ പറഞ്ഞത്. ഓനോണ്ട് ഉപ്പാന്റെ പുരക്കനെ മര്യാദക്ക് പോയില്ല. ശൈത്താൻ നമുക്ക് മെഹറാജിന് പോയി കാണാൻ. അതുകൊണ്ട് വേണമെന്നാൾ വെച്ചാൽ മതി, വേണ്ടാതെ നിസ്കരിക്കണ്ടെന്നാണ്. അപ്പൊ നിസ്കരിക്കണ്ടെന്നെങ്ങാനും ഒരു നബി പറഞ്ഞാൽ ആരാ നിസ്കരിക്കുക? നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അമ്മ നിസ്കരിക്കത്തില്ല. 5 വക്ത നിസ്കരിക്കണേ നിർബന്ധാണ് അല്ലാഹുവിന്റെ റസൂലും ദുനിയാവ് ജയിച്ചാണ്ട് പറഞ്ഞു. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. എന്താ 5 വക്ത്? ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞു മൂസാ നബിനെ ഒന്നും കൂടി കണ്ടാൽ മതിയായിരുന്നു, ഒരു 5 കൂടി കുറച്ചിട്ട് 1 കിട്ടിയിട്ട് അത്ര ഭാഗ്യം. അല്ലാഹു കാത്ത് രക്ഷപ്പെടുത്തി പെരുമാറാകട്ടെ. ഇവിടെ ഈ പെണ്ണ് വാതില് ഭദ്രമായി അടച്ചിട്ടാ സംസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരം, റബ്ബേ നിന്റെ റസൂലുള്ളാഹിന്റെ ബദലിറങ്ങിയിട്ടുണ്ട് ഇവിടെ, അവനെ തകർക്കാൻ ഖാലിദ് വരികയാണ്. ആ മനുഷ്യനെ കൊടുക്കാനാ പിന്നെ തീരുമാനം. ആ വിവരമൊന്ന് അറിയിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം നീ കാണിച്ചു തരണേ അല്ലാഹ്. ആ ദ്വാ ചെയ്ത് കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇവളുടെ കൽപ്പിന്റെ അകത്ത് ഒരു ചിന്ത വന്നു. ഒരു റമിയ എന്ന് പറയുന്ന ഒരു വേലക്കാരി പെണ്ണുണ്ടല്ലോ അവിടെ, ഇവിടെ നല്ല കൂട്ടുകാരിയാണ്. പെട്ടെന്ന് ഇവിടെ ചിന്ത വന്നു, റമിയാനൊന്ന് കണ്ടുപിടിക്കും, അവളോട് ചോദിച്ചോ എന്തെങ്കിലും രഹസ്യം കിട്ടാണ്ടൊക്കൂല, ഇവിടെ നിന്ന് പുറത്ത് കിടക്കണ്ടേ എന്ന് കണക്കൂട്ടിട്ട് റമിയ കിടക്കണ മുറി പോയി. ആ മുറിയുടെ വാതിലെടുത്ത് പോയി. വാതിൽ അടച്ചിട്ടുണ്ട്. 2 കഥകളുള്ള വാതിലാണ്. കുറെ മുട്ടിയിട്ട് തുറക്കുന്നില്ല. ഇവിടെ മെല്ലെ തള്ളിയപ്പോ ഈ പഴയ വാതിൽ അങ്ങോട്ട് നീങ്ങി, കുറച്ച് 2 പാളി നീങ്ങിയപ്പോ അകത്തുനിന്ന് ഒരു വെളിച്ചം പുറത്തേക്ക് വന്നു, ഒരു വിളക്ക് കത്തിച്ച വെളിച്ചം. അപ്പൊ ഇവള് മുട്ടിയിട്ടും തുറക്കാൻ ഈ വിടവിലൂട്ടെ ഒറ്റ കണ്ണ് വെച്ച് ഇങ്ങനെ നോക്കി അകത്തേക്ക് നോക്കിയ ഫർഹനാസ് ഞെട്ടി, ഇതെന്ത് കാണുന്നേ? നമ്മളെ റമിയാണ് പറയുന്ന വേലക്കാരി പെണ്ണ് സുബഹി നിസ്കരിക്കാൻ വേണ്ടി സുജൂദ് കിടക്കുകയാണ്. ഇവളിങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ മാത്രം എല്ലാം വിടാ തട്ടിപ്പിന്റെ ആള്, ഇത് വേറെ തട്ടിപ്പ്. അപ്പൊ നിസ്കരിക്കുന്ന ആള് വേറെ ആളുണ്ടാ. പിന്നെ സ്ട്രോങ്ങിന് മുട്ടി. എന്നിട്ട് ഇങ്ങനെ നോക്കൂ, ഇവളെന്താ ചെയ്ത പാവോ, മുട്ട് ചോറായപ്പോ പേടിച്ചിട്ട് വേഗം നിസ്കാരം തീർത്ത് മുസല്ല മടക്കിയിട്ട് അൻഡ്രാപ്പീസിൽ വെച്ച് പൂട്ടിയിട്ട് ഒന്നും അറിയാത്ത ആളമാതിരി കണ്ണൊക്കെ തിരുമ്പിട്ട് ഡോറ് തുറന്ന് ഓർക്കത്തിരുമ്പോലെ ഇങ്ങനെ വന്ന്, ആ നിങ്ങളോ എന്താ വെച്ച് പറഞ്ഞത് മനസ്സോണ്ട് ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ കുറെ സമയം മുട്ടുന്നു, നീ എന്താ തുറക്കാൻ? അതിപ്പോ ഞാൻ ഇന്നലെ രാത്രി കിടക്കാൻ കുറെ ലേറ്റായി പോയി, നല്ല ഉറക്കായി പോയി, അതുകൊണ്ടാണ്. അപ്പൊ ഫർഹനാസ് പറഞ്ഞു, നീ ഉറങ്ങുമ്പോ തല താഴോട്ടും ബാക്ക് മേലോട്ടും ആക്കിയിട്ട് ഉറങ്ങല്ലോ സുജൂദ്. അപ്പൊ മറ്റുള്ള ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്യുന്ന കണ്ട. നമ്മൾ പറഞ്ഞു അത് ചിലപ്പോ ഉറക്കത്തിൽ ഞാൻ എക്സസൈസ് എടുക്കരുത്. നേരെ ഫർഹനാസ് ചോദിച്ചു, എക്സസൈസ് സുജൂദിന്റെ രൂപത്തിൽ എടുക്കരുതെന്ന് വെച്ചു. അപ്പൊ റമിയ കുടുങ്ങി. റമിയ ആകെ വേജാറായി, പടച്ചോനെ ഞാൻ നിസ്കരിക്കുന്ന ഇവള് കണ്ട്, മുസ്ലിമിന്റെ മോൻ്റോളാ, ഇവള് ഉപ്പാനോട് പറഞ്ഞ എന്റെ കഥ പോക്കാ. ഇവള് ബേജാറോടെ നിൽക്കുമ്പോ ഫർഹനാസ് അകത്ത് കയറി വാതിലടച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ബേജാറാവണ്ട, ഞാനും സോഫിയസ് കഴിച്ചിട്ട് കഴിഞ്ഞ എന്തേ എന്നിട്ട് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് ബേജാറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു ബേജാറില്ല, നമ്മൾ രണ്ടും ഒന്ന്. ഇനി എന്ത് കാര്യം പറയാ, ഞാൻ എന്തിനാ വന്നതെന്നറിയോ? പിന്നെ ഖാലിദ് ബിൻ വലീദ് വരുന്നുണ്ട്, അവരെ കുടുക്കാൻ വേണ്ടിയിട്ട് വാരിക്കുഴി കുടിക്കാൻ ഇന്നലെ രാത്രി ഒരു വയസ്സായ ഉപ്പാപ്പട വന്നിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റമി ചിരിച്ചുകൊണ്ട് പറഞ്ഞ, അതിനെനിക്ക് മനസ്സിലായിട്ടില്ല, അതാണ് നഹാർ അർ റജാൽ ബിൻ ഉർദുവ, മദീനയിൽ നിന്ന് വന്ന കള്ളനോ? അതാണ് ആ സാധനം. എന്നാ പിന്നെ ആ ചങ്ങായിന്റെ ഫീസ് ഊരണം തന്നെ. എന്നിട്ട് ഈ ഖാലിദ് ബിൻ വലീദിന് വിവരം എങ്ങനെയാ കൊടുക്കുക? അപ്പൊ റമിയ പറഞ്ഞു, ഇവിടെ നിന്ന് കൂടുതൽ വർത്താനം വേണ്ട, മുസൈലിമ വരും എന്നെപ്പോ ചൂടോളാൻ കച്ചാൻ വിളിക്കാൻ, വേറെ റൂമിലേക്ക് പോകും, കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഫർഹനാസ് തിരിച്ച് റൂമിലേക്ക് പോയി. കുറെ കഴിഞ്ഞു. ഫർഹനാസിന്റെ ഡോറിന് വന്ന് ആരോ തട്ടി. വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനകത്തേക്ക് ഒരാൾ ജുബ്ബയും തലീക്കട്ടലും കെട്ടിയിട്ട് ഒരാള് അകത്തങ്ങ് കയറി. ഫർഹനാസ് ചോദിച്ചു, ഹലോ, ഇതൊരു പെണ്ണിന്റെ റൂമാ, ഒരാണിങ്ങനെ കയറി വരേണ്ട റൂമല്ലേ, ഇറങ്ങിപ്പോ. ഇയാള് പോകുന്നില്ല. എടാ നിന്നോടാ പറഞ്ഞത്, നീ പോ, ഞാൻ മുസ്ലിമിന്റെ മകന്റെ ഭാര്യയാണ്, എന്റെ റൂമിൽ കയറിയാണ്ടല്ലോ, ശരിയാക്കളിയും പോ. എങ്ങനെയാ പോണില്ല ഇവന്ന് കണ്ടപ്പോ, എന്നാ നീ പോണ്ട, ഞാൻ പോകാതെ കുട്ടീനെ എടുക്കാൻ കട്ടുമെന്ന്. ഉറങ്ങുന്ന കുട്ടീനെ ഇങ്ങോട്ട് എടുക്കാൻ, ഉറങ്ങുന്ന കുട്ടീനെ എടുത്തിട്ട് പുറത്തേക്ക് പോകുമ്പോ ബാക്കെന്ന്, നീ പോണ്ട, ഞാൻ പെണ്ണ. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ ഇത് നമ്മളെ റമിയ, ആണുങ്ങളെ പോലം കെട്ടീന്, ഒരു ജുബ്ബ, ചെബിയടക്കം ഒരു തലീക്കെട്ട്. പണ്ടെടുത്തിന് ഔലിയാക്കാൻ നോക്കിനു. മമ്മിയാച്ച് കുറെ തുണിങ്ങുപ്പായിട്ട് ഔലിയാവും, ഒരു തുണി കൊടുത്തൊരു കുപ്പായിട്ട്
അതിന്റെ മുകളിൽ കോട്ടിട്ട് ഒരു പച്ചസാൽ ഇപ്പുറം ഒരു തൊപ്പി, അതിന്റെ മേലെ തലയിൽ കെട്ടി, അതിന്റെ മേലെ വേറെ വലിയ താരേക്ക് സൺഷൈഡ് വാർത്താൻ പോണെങ്കിൽ, എന്നിട്ട് ഇപ്പുറത്തൊരു ടൗവല് ഇതെല്ലാം പൊടിച്ചിട്ട് പോകുമ്പോൾ ഒരു പെണ്ണുങ്ങൾ വെച്ച് അല്ല മൊയിലാർക്കാർ നിങ്ങൾ അയന് പൊട്ടിപ്പോയി ഞാൻ ഇവിടത്തേക്ക് ഇതെല്ലാം ഭാര്യയിട്ട് പോകുന്നു. അപ്പൊ അതുപോലെ തലീക്കെട്ടും തൊപ്പിയിലും വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ എന്നിട്ട് ഇതേത് കോലോ. അപ്പൊ പറഞ്ഞു ഇത് ഇവിടത്തെ ആട്ടിടയന്മാരുടെ കോല. ആട്ടിടയന്മാർ ആടിനെ മേക്കാൻ പോകുമ്പോൾ ഞാൻ പുറത്തിറങ്ങും, അവരുടെ കൂടെ മെല്ലെ പോകും, അവര് കാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ നാട്ടിലൂടെ വിട്ടോളുന്നു. സൂക്ഷിക്കണം എന്നാണ് അതിൽ ഞാൻ ഏറ്റുന്നത്. ആട്ടിടയന്മാരുടെ കൂടെ വേഷം മാറിയിട്ട് റമിയെ പുറത്തിറങ്ങി. നേരം വെളുക്ക തന്നെ അവളിങ്ങനെ പോവാൻ. പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തൂടെ പോകുമ്പോ മുസ്ലിമിയുടെ പട്ടാളക്കാര് രാവിലെ കുഴി വെച്ച് നോക്കുന്നുണ്ട്. രാത്രി തുടങ്ങിയ പണിയാ. ഇവിടെ മനസ്സുകൊണ്ട് പറഞ്ഞു കുയിക്കടാ നീ എല്ലാം കുയിക്ക്, നിഞ്ചെല്ലാം അവസാനത്തെ കുട്ടാ നീ കുയിക്കും. ആ കൊണ്ട് നിന്റെ കവറാക്കാൻ ഞാൻ തീരുമാനിച്ചത്. വെളുപ്പുറത്തോട്ട് പോയി. അപ്പൊ രാവിലെ തന്നെ മുസ്ലിം സൈന്യത്തിന് വെള്ളം എടുക്കാൻ വേണ്ടി 2 ഇസ്ലാമിക ചെറുപ്പക്കാര് തോൽപാത്രമായിട്ട് ഇങ്ങനെ വെള്ളം തേടി നടക്കാൻ, ശുദ്ധവെള്ളത്തിന് വേണ്ടി കടൽ തീരത്തോടെ ഇങ്ങനെ നടന്നു പോകുമ്പോ വേഷം കണ്ടപ്പോ തന്നെ അറിയാം മുസ്ലിങ്ങളാണ്. ഈ പെണ്ണ് ഓടിപ്പോയിട്ട് ചോദിച്ചു, ഖാലിദ് ബിൻ വലീദിന്റെ പട്ടാളക്കാരല്ലേ? അതെ. എന്ന വെള്ളമൊക്കെ പിന്നെടുത്തോ, ഒരു വിവരം പോയിട്ട് പറഞ്ഞിട്ട് ഞാൻ വന്നു സോദര കാര്യമറിഞ്ഞോ അങ്ങയമാവയിൽ ഇന്നും ഞാൻ വന്നു വഴിയിലൊഴി തീർത്തോ ചതിയിൽ പെടാതിരിക്കാൻ വഴി അറിവിച്ച നേരം അവർ പോകുന്നേ സൈജാതി പന്നിലോരിടുന്നേ അതികേറ്റ ഹാലീതും ചിന്തിക്കുന്നേ ആയോധാവാരെന്നവർ നോക്കുന്നേ സോദര കാര്യമറിഞ്ഞോ ഞാൻ വന്നു വഴിയിലാക്കിങ്കര പങ്കുഴി തീർത്ത ചതി പെണ്ണ് പറഞ്ഞു, ഈ വന്നാള് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ പോയിട്ട് ഖാലിദ് ബിൻ വലീദിനോട് പറ, റളിയല്ലാഹു പോയിട്ട് പറ, പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തോടെ നിങ്ങൾ പോണ്ട, അവിടെ മുസ്ലിമിന്റെ പട്ടാളക്കാർ വാരിക്കുഴി കുഴിക്കുന്നുണ്ട്, വിവരം പോയിട്ട് പറഞ്ഞു. ഈ 2 ചെറുപ്പക്കാരും ഓടിപ്പോയിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, ഖാലിദേ ഒരു വിവരം. എന്താ? പിന്നെ ഒരു പെണ്ണിന്റെ ഒരു ബ്രേസ്ലെറ്റ് കാണാണ്ടായിട്ടുണ്ട്. അത് കിട്ടിയാള് ഒന്ന് കമ്മിറ്റിയായിട്ട് ഏൽപ്പിക്കണം. ഇപ്പം ചോറ് ബാറ് പരതിൽ നടക്കും. അത് കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ആരാന്റെ മുതൽ വെറുതെ ധരിച്ചാൽ അത് തീയാണ് എന്ന ബോധം ഉണ്ടാകണം. തിരിച്ച് സത്യസന്ധത കാണിക്കണം. ഇവിടെ വീട് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സഹോദരിമാരായിരിക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. മുസൈലിമയുടെ പട്ടാളക്കാർ കുടിക്കുന്ന വിവരം പറഞ്ഞു കൊടുത്തപ്പോൾ ചെറുപ്പക്കാർ പോയിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത്? മുസൈലിമയുടെ പട്ടാളക്കാര് പോണ വഴിക്ക് കൊണ്ടുപോയിക്കുന്നുണ്ട്. ഖാലിദ് റളിയല്ലാഹു അൻഹു നിങ്ങൾ കണ്ടോ? കണ്ടിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞേ? ഇവര് പരസ്പരം നോക്കി, ആര് പറഞ്ഞു? ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊരു വിവരം അറിഞ്ഞാൽ നോക്കണ്ടേ? ചിലപ്പോ ശത്രുക്കൾ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിലോ, അതുവഴി അപകടമുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ റൂട്ടിൽ നമ്മൾ പോയാൽ ആ യഥാർത്ഥ അപകടം മറ്റേ റൂട്ടിലാണെങ്കിലോ? ബുദ്ധിമാനായ ഖാലിദ് ബിൻ വലീദിന്റെ ചിന്ത പോയത് അങ്ങനെയാണ്. തന്ത്രം കൊണ്ട് യുദ്ധം നയിച്ചത് 2 ആളാണ് ഇസ്ലാമിക യുദ്ധത്തിൽ. തന്ത്രങ്ങൾ കൊണ്ട് യുദ്ധം നയിച്ചത് ഒന്ന് ഖാലിദ് ബിൻ വലീദും മറ്റൊന്ന് ഫാത്തിഹ് മിസ്റിന്റെ ശില്പി എന്നറിയപ്പെടുന്ന മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇവർ 2 പേരുമാണ് ഇസ്ലാമിക യുദ്ധകാലത്ത് തന്ത്രങ്ങൾ കൊണ്ട് യുദ്ധം നയിച്ചത്. ബാക്കിയുള്ളവർ പോരാട്ട ശക്തവാന്മാർ അലിയാർങ്ങളടക്കം, പക്ഷെ തന്ത്രങ്ങൾ കൊണ്ട് യുദ്ധം നയിച്ച ഇവർ 2 ആളുമാണ്. അപ്പോ
ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റൂട്ട് പോകണ്ട, നമുക്ക് ഏതായാലും റൂട്ട് മാറ്റാം. നിങ്ങൾ പറഞ്ഞ ഒരു മല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഈ മല കയറി അപ്പുറത്തേക്ക് നമുക്ക് യമാമയിലെത്തും. പക്ഷെ ഒരു കാര്യമുണ്ട്, അപകടം പിടിച്ച മലയാണ്. അള്ളാഹും അവന്റെ പ്രവാചകന് മാത്രം മനസ്സിൽ മതി. കുടുംബോ കുലോ കുട്ടിയോ മക്കളോ ഒന്നും വേണ്ട. മല കയറിയവർ കൊടുമ്മല, വിശാലമായ മല കയറിയിട്ട് മലയുടെ മേൽഭാഗത്ത് നിന്നിട്ട് താഴേക്ക് ഇറങ്ങിയാൽ മറുഭാഗത്ത് കാണുന്ന യമാമ കാണിച്ചു കൊടുത്തിട്ട് ഖാലിദ് ബിൻ വലീദ് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അതാണ് യമാമയുടെ കൊട്ടാരം, ഹുസൈനിയുടെ കൊട്ടാരം. മറുഭാഗത്ത് കാണുന്നതാണ് യമാമയുടെ വിശാലമായ വരിപ്പറമ്പ്. രണ്ടാലൊരു സ്ഥാനത്ത് നമ്മൾ അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മലയിറങ്ങി താഴേക്ക് എന്നിട്ട് തന്റെ ഒരു ദൂതനെ വിളിച്ചിട്ട് ഖാലിദ് ബിൻ വലീദ് പറഞ്ഞു, യുദ്ധം നമുക്ക് നിർബന്ധമൊന്നുമില്ല, കാര്യങ്ങൾ മനസ്സിലായിട്ട് അവൻ തിരിച്ചു വന്ന പിന്നെന്തിനാ യുദ്ധം, അതുകൊണ്ട് നീ പോയിട്ട് പറ ഹുസൈനിയുടെ കൊട്ടാരത്തിൽ നാളെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കുറച്ചാൾക്കാർ എന്റെ പ്രതിനിധികളെ യമാമ കൊട്ടാരത്തിൽ വരുമെന്ന്. ആ ചെറുപ്പക്കാരൻ പോയി ഹുസൈനിയുടെ കൊട്ടാരത്തിൽ പോയിട്ട് ഹുസൈനിമയോട് പറഞ്ഞു, മുസൈലിമ, ഖാലിദ് ബിൻ വലീദിന്റെ പട്ടാളക്കാരനാണ് ഞാൻ, നാളെ കുറച്ചാളെ നിങ്ങളോട് സന്ധി സംഭാഷണം നടത്താൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് തിരിച്ചുപോയി, ആണത്തത്തോടെ തിരിച്ചുപോയി. മുസൈലിമത്ത് സമാമ തന്റെ പട്ടാളക്കാരെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു. അവരോട് പറഞ്ഞു, നോക്ക്, മുഹമ്മദ് അവരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദരിദ്രനാണ്, ഒന്നുമില്ലാത്തൊരു മനുഷ്യനാ, അനുയായികളും പരമദരിദ്രന്മാരാണ്. നിങ്ങളെ നബി കോടീശ്വരനാണ്. അതുകൊണ്ട് നാളെ നിങ്ങൾ സദസ്സിൽ വന്നിരിക്കുമ്പോ നാളെ നല്ല പളപളയുള്ള കുപ്പായിലിട്ടോണം. കൂട്ടത്തില് ബോളുകൾ ഒരുത്തം പറഞ്ഞ്, അപ്പൊ അത് നമുക്കിപ്പോ തൽക്കാലം സംഘടിപ്പിക്കാൻ നിങ്ങൾ തന്നാ നമ്മൾ ഇട്ടോട്ട് വരാന്ന്. മുസൈലിമ സൗജന്യമായിട്ട് വസ്ത്രവിതരണം നടത്തിയെന്നാ, പിറ്റേന്ന് സദസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇസ്ലാമിക ചെറുപ്പക്കാർ വരില്ല, ആ കോലത്തിലാന്ന് ഉറപ്പാ, കീറിയ കുപ്പായൊക്കെ ഇട്ടിട്ടാ വരിക. പിറ്റേന്ന് മുസൈലിമയുടെ ആൾക്കാർ വന്ന് നിറഞ്ഞ സദസ്സിൽ. അപ്പോഴാണ് ഹസ്രത്ത് സാലിം സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 11 ആള് കയറി വരുന്നത്. കയറിയ കുപ്പായം തുന്നിക്കൂട്ടിയിട്ടിട്ടുണ്ട്. എല്ലാം കയറി വരുമ്പോ മുസൈലിമ ചിരിക്കാൻ തുടങ്ങി. ആ കോലം കണ്ടിട്ട് ചിരിക്കാണ്. കയറിയ കുപ്പായൊക്കെ ഇട്ടപ്പോ കണ്ടപ്പോ ചിരിച്ചാണ്. മുസൈലിമ ചിരിക്കുമ്പോ ഇരിക്കുന്നു, ഈ കൗമും ചിരിക്കുന്നു, ഓരോരുത്തർ നിന്നിട്ട് ഇരിക്കുന്നു, ഓരോരുത്തർ നിൽക്കാൻ കയ്യായിട്ട് ഇരിക്കുന്നു ഇരുന്നിട്ട്. കാരണം അളവില്ലാണ്ട് അടിച്ച ടൗസറാന്ന് ഊരി വീണ് പോണ്ടാന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ഇട്ടല്ലേ, അങ്ങനെ വാങ്ങിട്ട് ഇട്ടതല്ലേ. ഇവര് ചിരിച്ചു കഴിഞ്ഞപ്പോ സാലിം റളിയല്ലാഹു അൻഹു ചോദിച്ചു, കഴിഞ്ഞോ? മുസൈലിമ എന്തിനാ വന്നേ? സാലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാതിമുൻ നബി മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം നബി വരാനില്ല. അത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്കറിയാം. പക്ഷെ അത് പറയാനാണ് ഞങ്ങൾ വന്നത്. നീ അത് സ്വീകരിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഇല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. മുസൈലിം എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ എന്ത് വിഡ്ഢിത്താ സാലിമേ പറയുന്നത്? നിങ്ങൾക്ക് മുഹമ്മദ് നബിയാണെങ്കിൽ എന്റെ അനുയായികളോട് ചോദിക്ക്, അവര് പറഞ്ഞു തരും. ഒരു കാര്യം ചെയ്യും, എന്റെ റസൂൽ ദുനിയാവിൽ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു വര വരച്ചപ്പോ ആകാശത്തെ ഉദിച്ച ചന്ദ്രൻ 2 പിളർപ്പായി മാറി. മക്കത്ത് വെച്ചിട്ട് റസൂലുള്ള ചന്ദ്രന് വര വരച്ചപ്പോ നിലാവ് 2ആയി. അത് കേരളത്തിൽ നിന്ന് കണ്ടു ചേരമാൻ പെരുമാൾ. എന്നിട്ടാണ് അറബി കച്ചവട സംഘം ഇവിടെ വന്നപ്പോൾ അത്ഭുതങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് പോയത്. കേരളത്തിൽ ആദ്യത്തെ മുസൽമാൻ ചേരമാൻ പെരുമാൾ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഹജഅത്ത് ബീവിയെ കല്യാണം കഴിച്ചിട്ട് തിരിച്ച് ഇന്ത്യ മഹാരാജ്യത്തേക്ക് വരുമ്പോൾ സലാലക്കടത്ത് വെച്ചിട്ട് ഈ ലോകം വിട്ടുകൊണ്ട് പറഞ്ഞ മഹാനായ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ചേരമാൻ പെരുമാൾ കേരളത്തിൽ ആദ്യത്തെ മുസൽമാൻ. മലയാളികൾക്ക് അഭിമാനിക്കാൻ റസൂലുള്ളാഹിന്റെ കൂടെ മലയാളിയായ ഒരു സഹാബി ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ, മലയാളികളായി നമുക്ക് അഭിമാനിക്കാൻ ഒരു വകുപ്പുണ്ടാക്കിയ മനുഷ്യൻ. ഈ മോചിതത്തെ കണ്ടിട്ടാക്കി കേരളത്തിൽ നിന്ന് പോയിട്ട് ഇസ്ലാം മതം വിശ്വസിച്ചത്. കേരളത്തിൽ പോയത് റസൂലുള്ളാഹിന്റെ അറേബ്യയിൽ നടന്ന മോചിതത്ത് കേരളത്തിൽ നിന്ന് കണ്ടിട്ട് ഒരു ദിവസം ചേരമാൻ പെരുമാൾ വീട്ടിന്റെ മുറ്റത്തോട് ഇടാത്തുമ്പോ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രൻ 2 പിളർപ്പാകുന്നു, വീണ്ടും കൂടിച്ചേരും. ഈ അത്ഭുതങ്ങൾ അറബി കച്ചവട സംഘക്കാരെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചേരമാൻ പെരുമാൾ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് പോയത്, എന്നിട്ടാ മുസ്ലിം ആയത്. അപ്പോ ഈ മഹാനായ സാലിം റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, നിനക്ക് ചന്ദ്രനെ 2 പിളർപ്പാക്കാൻ പറ്റുമോ?
മുസൈലിമ പറഞ്ഞു അതിപ്പോ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോ മേലെയല്ലേ പോയിട്ട് മുറിക്കാൻ എത്ര സമയം ഉണ്ടാവും? അതിന്റെ ഫോട്ടോ എന്താ കീറിത്തരാതെ ഫോട്ടൻ മുസൈലിമത്ത് സമാമ കള്ളൻ നമുക്ക്. അപ്പൊ സാലിമത്ത് അല്ലാഹു പറഞ്ഞു ശരി, എന്റെ റസൂലുള്ളാഹിക്ക് അല്ലാഹു ഖുർആൻ ഇറക്കി, ഏറ്റവും വലിയ മൗജൂദത്ത്. നിനക്കല്ല അങ്ങനൊന്നും ഇറക്കിയില്ല. ഇപ്പം പറഞ്ഞു എന്താ കിതാബ. നഹാറിനെ വിളിച്ചു ഓറാന്ന് നബിന്റെ ഉസ്താദാന്ന് പറഞ്ഞു. നബിക്ക് ഉസ്താദ് നഹാറിനോട് പറഞ്ഞു നമ്മളെ അള്ളാഹ് നമുക്ക് ഇറക്കി തന്നെ കിതാബ് എടുത്തോണ്ട് കൊടുക്കുന്നത്. ലഹാറ റജാലുബിൽ ഉറുദ പോലെ കിതാബ് എടുത്തോണ്ട് കൊടുത്ത് ആർക്ക്? സാലിം റളിയല്ലാഹു അൻഹു. പൊടിയെല്ലാം തട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ കിതാബ് തുറന്നു നോക്കിയില്ല. എന്നിട്ട് ഇതിങ്ങനെ തുറന്ന് സാലിം റളിയല്ലാഹു അൻഹു തുറക്കണത് തുറന്നിട്ട് അതിന്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെ നോക്കിയിട്ട് സാലിം റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ത കദ്ദാബ് യാ മുസൈലിമ അന്ത കദ്ദാബ് അന്ത കദ്ദാബ് യാ മുസൈലിമ കദ്ദാബ്. നീ ഭൂലോക വെച്ചയ്യ എടാ കള്ളനാ. എന്റെ റസൂലുള്ള നിന്നെ കള്ളന്ന് വിളിച്ചത്ര സത്യ. ഖുർആൻ മുഴുവൻ മനപ്പാടമാക്കിയിട്ട് ഇവിടെ വന്നിട്ട് നീ ഖുർആൻ കട്ടെഴുതിയിട്ട് മുസൈലിമക്ക് കിതാബ് ഉണ്ടാക്കി കൊടുത്ത നിന്റെ കാര്യം പോക്ക. അത് പറഞ്ഞപ്പോ നഹാർ ഒരൊറ്റ നോട്ടം മുസൈലിമന്റെ പോത്ത്. മുസൈലിമ ചെന്ന തെരിയും കാര്യപ്പല്ലാക്കിക്കോ, മറ്റന്നാ കണ്ണോക്ക്. അപ്പൊ നഹാറ് അത് പറഞ്ഞപ്പോ മുസൈലിമ സാലിമോട് പറഞ്ഞു നീ വെല്ല് വിളിച്ചത് എന്റെ ഉസ്താദിനെയാ. ഉസ്താദിനെ വെല്ല് വിളിച്ച എന്നെ വെല്ല് വിളിച്ചോ തന്നെ. നിന്റെ ഖാലിദ് 30,000 പട്ടാളക്കാരെ കൊണ്ടുവന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവനോട് പോയിട്ട് പറ 1,00,000-ലധികം ആൾക്കാർ എന്റെ കയ്യിലുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ നാളെ യമാമ പോർക്കളത്തിൽ വെച്ച് കണ്ടുമുട്ടാം. സാലിം റളിയല്ലാഹു അൻഹു ചിരിച്ചോണ്ട് തിരിച്ചു വന്നു. ഖാലിദ് ബിൻ വലീദിനോട് വിവരം പറഞ്ഞു. രാവിലെയാകുമ്പോഴേക്ക് രാത്രി തന്നെ യമാമയുടെ പോർക്കളത്തിന്റെ വലതുഭാഗം ഖാലിദ് ബിൻ വലീദും സൈന്യവും കരസ്ഥമാക്കി. പിറ്റേന്ന് 60,000-ഓളം പട്ടാളത്തെ നയിച്ചുകൊണ്ട് മുസൈലിമത്ത് സമാമ യുദ്ധക്കളത്തിലേക്ക് പോയി. വളരെ ചുരുക്കി പറയട്ടെ, യുദ്ധക്കളത്തിൽ വന്ന മുസൈലിമത്ത് സമാമ ഒരു രഥത്തിന്റെ മേലെ കയറി നിന്ന് തിരിഞ്ഞു വന്നു. അവിടെ തന്റെ അനുയായികളോട് പറഞ്ഞു അവരുടെ പ്രവാചകൻ വിഡ്ഢിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കുടിക്കരുതെന്ന് അവരോട് പറഞ്ഞു. നിഷിദ്ധമാണ്, ഹറാമാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനത്തെ ഒരു വിഡ്ഢിയല്ല. ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് കുടിച്ചാലേ യുദ്ധം ചെയ്യാൻ പറ്റൂ. യുദ്ധം ചെയ്യണമെങ്കിൽ കുറച്ച് കുടിക്കണം. അതുകൊണ്ട് ലേശം കുടിച്ചോളൂ, ഞാൻ ഹലാലാക്കി. നബി ഹലാലാക്കിയ ഏത് സഹാബിയാ കുടിക്കാണ്ടിരിക്കുക. കൊണ്ടുവന്ന കള്ള് വെച്ച് കാച്ചാൻ തുടങ്ങി ഓരോരുത്തർ ഇരുന്നിട്ട്. കുട്ടി ഓവറായപ്പോ മുസൈലിമക്ക് തോന്നി ഇങ്ങനെ കുടിച്ചാൽ യുദ്ധം നടക്കൂല. മുസൈലിമ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു ഞാൻ ഹറാമാക്കി. ഒരുത്തൻ പറഞ്ഞു പോയി പണി ഉണ്ടാ നോക്കി. തോന്നും ഹറാമും തോന്നും ഹലാല. ഫുള്ള് കുടിച്ചിട്ട് ഹലാലാക്കി ഹറാമാക്കിയാണ്. അതോടെ പൊട്ടി സഹാബത്തിന്റെ ചരിത്രം. ഇരുന്ന് പൂസാക്കി. കുറച്ചു കഴിഞ്ഞ് യുദ്ധം തുടങ്ങുകയാണ്. മുസൈലിമത്ത് സമാമയുടെ പട്ടാളക്കാരും ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക യോദ്ധാക്കളും ഘോരമായ സംഘട്ടനം നടത്തുമ്പോൾ ഒരാൾ വന്നിട്ട് മുസൈലിമയോട് പറഞ്ഞു അല്ല നബിയെ, അവരുടെ കൂട്ടത്തിൽ അവരുടെ പ്രവാചകൻ ഉള്ള കാലത്ത് യുദ്ധം നടക്കുമ്പോ മൊയ്ജിദത്ത് കൊണ്ട് മലക്കുകൾ ഇറക്കി, നിങ്ങളും കുറച്ച് ഇറക്കുന്ന. മുസൈലിമ പറഞ്ഞു എന്റെ അടുത്ത് ആകെ ഇറക്കാൻ ഒന്നുണ്ട്, അതറിയാൻ നീ ഇവിടെ നിൽക്കൂല, പോയി യുദ്ധം ചെയ്യണം. ഇവൻ പോയി വിളിച്ചു പറഞ്ഞു നാട്ടുകാരോട്, ഓ കള്ളനാടാ വിട്ടോ, രക്ഷപ്പെടക്ക് വിട്ടോ. ആര്? അനുയായികള്. ഇവിടുത്തെ പോയി പറയാൻ ഇത് നബിയല്ലടാ, കള്ളനാവാണെങ്കിൽ വിട്ടോ. അവനങ്ങ് ഓടാന്നുണ്ടെങ്കിൽ അവന്റെ ബാക്കിൽ കുറെ ഓടാൻ. അപ്പൊ മുസൈലിമൊക്കെ തോന്നി മൊത്തം ഓടിയാ പോകാൻ കാര്യം. മുസൈലിം ഒരു കുതിരപ്പുറത്തങ്ങ് ചാടി മുസൈലിം ഓടിപ്പോയിട്ട് ഓടുന്നവരോട് പറഞ്ഞുകൂടാ, യുദ്ധക്കളത്തെന്തെങ്ങാനും തിരിച്ചോടിയാൽ എന്റെ കുടുംബത്തിലൊരു കുട്ടികളെ ബാക്കി വെക്കൂല, ഞാൻ കൊന്നുകളയും, പോയി യുദ്ധം ചെയ്യണം. അവര് പറഞ്ഞു ശരി, നമ്മൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓടുന്നില്ല, തിരിച്ചു വന്ന് ആത്മാർത്ഥത നഷ്ടപ്പെട്ട യുദ്ധം തുടങ്ങി. പിന്നെ ആത്മാർത്ഥത നഷ്ടപ്പെട്ട പിന്നെ യുദ്ധമൊന്നും ഉണ്ടാവില്ല. അപ്പഴാ മുസൈലിമന്റെ ഒടുക്കത്തെ ബുദ്ധി ചില ആനകളെ കൊണ്ടുവന്ന് യുദ്ധക്കളത്തിൽ ആനകളെ കൊണ്ടുവന്നിട്ട്
ആ കറുകറുത്ത ആനയെ കണ്ടാൽ മുസ്ലിം സൈന്യത്തിന്റെ കുതിരകൾക്ക് വിരൽ പിടിക്കും, കുതിര പിന്തിരിഞ്ഞോടുമെന്ന മനക്കണ്ണ് കൊണ്ട് കണ്ട മുസൈലിമ ആനകളെ കൊണ്ടുവന്ന് നിർത്തി. ആനപ്പുറത്ത് ഓരോരുത്തർ കയറിയിരുന്നു. ആനപ്പുറത്തിരുന്ന പിന്നെ ഓരോരുത്തർ ധൈര്യം കൂടി. കാരണം ബാക്കിയുള്ളവർ താലി, ഇവൻ ആനപ്പുറത്ത് ധൈര്യം കൂടി ഓരോരുത്തർ വെല്ലു വിളിച്ചു, ഡാ വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, യുദ്ധം ചെയ്യാനെങ്കിൽ പോരടിക്കാൻ പൊരുതിടാനായി ആനപ്പുറത്തായ ആനപ്പുറത്തെടുത്തിട്ട് ഓരോരുത്തരും വലിയ വർത്താനം പറഞ്ഞു. 1.5 കിലോമീറ്റർ നീളമില്ല വർത്താനം. ഇസ്ലാമിക സൈന്യത്തിന്റെ കുതിരകളെ വിരളി പിടിപ്പിക്കാൻ അതിന് പറ്റിയിട്ടുണ്ട് ആനകൾക്ക്. ആനയെ കണ്ടപ്പോ കുതിരക്ക് വിരളി പിടിച്ചു, കുതിര മുന്നോട്ട് പോണില്ല. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അതിബുദ്ധിമാനായ മനുഷ്യൻ കുറച്ച് ചെറുപ്പക്കാരോട് പറഞ്ഞു, ഇതൊന്നും പേടിക്കണ്ട, ഒരമ്പെയ്ത് വിട്ടാൽ മതി, ആനയുടെ മസ്തിഷ്കത്തിൽ അമ്പയ്യണം, ബാക്കി ആന നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. നമ്മക്കൊരു പണിയില്ലാന്ന് പറഞ്ഞു. ഒരു സഹാബി ഒരു അമ്പെയ്ത് വിട്ടു. മുമ്പിൽ നിൽക്കുന്ന ആനയുടെ ബലത്തെ കണ്ണ് തുളച്ചിട്ടൊക്കെ കയറി ആ അമ്പം കെട്ട് തറഞ്ഞപ്പോ ആന ചിഹ്നം വിളിച്ച ആന ചിഹ്നം വിളിച്ചപ്പോ അതിന്റെ ബാക്കിലിരിക്കുന്നവന്റെ ബാക്കിന്ന് ചിഹ്നം വിളി തുടങ്ങി. പേടിച്ചിട്ട് അടുത്ത അമ്പം കെട്ട് കയറി ആനയുടെ അണ്ണാക്കില്. ആന വായി കൂട്ടി നോക്കുമ്പോ സിസർ വലിക്കുന്ന അതിരിയുന്നു. ആനക്ക് അമ്പ് തറച്ച ഇത് സ്വന്തം ഉപ്പയാന്നൊന്നും ആന നോക്കൂല. ആന എന്താക്കിയോ നിങ്ങൾ കണ്ടില്ലേ, മതളകി ആന ആദ്യം കൊല്ലല് പാപ്പാനെയാ. ആന അങ്ങ് പൊടിച്ച് ഇവനെ ഇവിടെ ഇരിക്കുന്നവനെ പൊടിച്ചപ്പോ ഇവ ആനയെ ഞാൻ നിന്റെ ടീമാന്ന്. ആനക്കെന്ത് ടീം, ആന എന്താ മെസ്സിയ, പിടിച്ചിട്ട് നിലത്തിട്ട് ഒരൊറ്റ ചവിട്ട്. അപ്പൊ അടുത്ത ആന നോക്കി, അത് മോശമല്ലല്ല പരിപാടി, പിടിച്ച് ഇട്ട്. ചുരുക്കി പറഞ്ഞ യുദ്ധക്കളത്തിൽ എന്താ ഇപ്പൊ നടക്കുന്നറിയോ? ഡിസ്മിസ് കോറം പ്രൈവറ്റ് ആടം ടിം 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 സല്ലക്കിലൊക്കെ പ്രേടംബം പിടം പറഞ്ഞ ആനപ്പുറത്തിരിക്കുന്നവൻ ആന പിടിച്ച് ചവിട്ടാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഉള്ളവരെല്ലാം ബേക്കോട്ടിരുന്നു. ആനല്ല പത്തായം പോലത്തെ സ്ഥലത്ത് ഇങ്ങനെ പിടിക്കുന്നേറ്റ് അൺട്രാപ്പീസ് ലൂസാന്നൊന്നും ഓർമ്മയില്ല. ബേക്കിലിരുന്ന് ആന അങ്ങനെ നോക്കി കിട്ടുന്നില്ല. അപ്പൊ ഇവ ബേക്കിൽ ഇരുന്നിട്ട് പറഞ്ഞു, ബുദ്ധിയുണ്ടൊക്കെ പിടിച്ചോടാ. ആന കൊറേലും നോക്കി, തുമ്പിക്കൈ എത്തുന്നില്ല, നീ അവനാക്കിന്റെ നമുക്ക് ഇടിയിരിക്കും. ഇവന്റെ 10 ഇരട്ടി ബുദ്ധിയുണ്ട് ആനക്ക്. കിട്ടുന്നില്ല എന്നുണ്ടപ്പോ ഈ ആന മറ്റാനോട് പറഞ്ഞു, നീ ഇവനെ പിടിച്ചോടാ, ഞാൻ ഓനെ പിടിക്കാന്ന് പറഞ്ഞു. ആന കുടുംബശ്രീ തുടങ്ങി. കുടുംബശ്രീ ചുരുക്കി പറഞ്ഞാൽ മുസൈലിമത്ത് സമാമ ഇസ്ലാമിക സൈന്യത്തെ വിരളി പിടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആനകൾ അവന് തന്നെ ഭാര്യയായി. ആനയുടെ ബാക്കിലും അമ്പ് കൊള്ളാൻ തുടങ്ങിയപ്പോ തിരിച്ചിട്ട് മുസൈലിമത്ത് സമാമയുടെ സൈന്യത്തിൽ തന്നെ ആനയൊരു കരിമ്പിൻ തോട്ടത്തിൽ കയറി മോഡലാക്കിയപ്പോ അനുയായികൾ ഓടാൻ തുടങ്ങി. പിടിച്ചു നിൽക്കാൻ കഴിയാണ്ട് മുസൈലിം ഓടിയിട്ട് ഹദീഖത്ത് റഹ്മാൻ എന്ന തോട്ടത്തിന്റെ മുന്നിലെത്തി. ഉഴക്കപ്പത്ത് എന്ന് പറയുന്ന തോട്ടം ഗേറ്റ് കീപ്പറുണ്ട്, അവനോട് പറഞ്ഞു, കുറച്ചാൾക്കാരെ പിടിച്ചു നിർത്തിക്കോ, ഞാൻ അകത്ത് കയറാൻ പോവാൻ. ഇസ്ലാമിക സൈന്യം വരുമ്പോ അമ്പെയ്ത് തുറത്തണം. മുസൈലിമത്തും 25,000-ഓളം വരുന്ന പട്ടാളക്കാരും അകത്ത് കയറി. ഉക്കബത്ത് അനുയായികളും ഇസ്ലാമിക സൈന്യത്തിന് നേരെ അമ്പെയ്ത് വിട്ടു. നേതാവ് അവിടെ ഉക്കബത്താണ്. പക്ഷെ ഉക്കബയുടെ വലത്തെ കണ്ണ് തുളച്ചൊരു അമ്പ് പോയി. മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അമ്പ് തറച്ചിട്ട് ഉക്കബത്ത് വീണു. അനുയായികൾ ഛിന്ന ഭിന്നമായി. പെട്ടെന്ന് ഇസ്ലാമിക സൈന്യം മുസൈലിമയുടെ കോട്ടക്ക് മുന്നിലേക്ക് വന്നു. പക്ഷെ കോട്ടയുടെ മേൽഭാഗത്തിലെ ദ്വാരങ്ങളിലൂടെ അവർ അമ്പെയ്ത് വിടാൻ തുടങ്ങി. അതോടെ കവാടങ്ങൾ അടക്കപ്പെട്ട കോട്ടയുടെ മേൽഭാഗത്ത് നിന്ന് അമ്പ് വരാൻ തുടങ്ങിയപ്പോ പിന്നെ കിട്ടിയ നേരം അവരത് നെയ്തു. ഉത്തമരില്ലത് നാശവും പെയ്തു. ദുർഘട വന്ന കൂട്ടർ ചെയ്തു. ഉള്ളിൽ കടക്കാരാൻ വഴിയതില്ല. ഉള്ളിൽ കടക്കാരാൻ വഴിയതില്ല. അവരൊപ്പം കുറച്ചാടും കോട്ടാവലം വെച്ചു കടന്നു നീങ്ങി. എന്നാൽ കണ്ടില്ല അവരൊരു പഴുതും അവരെ വന്നവർ നേരെ അമ്പുകൾ പാടി പിന്തിരിയുന്നവർ പോയത് പോലെ. രക്ഷാകവാടങ്ങൾ അവർ കണ്ടില്ല. രക്ഷാകവാടങ്ങൾ അവർ കണ്ടില്ല. കവാട
പാടത്തിന്റെ അടുക്കലെത്തുമ്പോൾ മേൽഭാഗത്തുള്ള ദ്വാരങ്ങളിലൂടെ അമ്പ് വരാൻ തുടങ്ങി. ഖൈബറിൽ ജൂതന്മാർ ചെയ്ത പണി മുസൈലിമത്ത് സമാമയും തുടങ്ങിയിട്ടുണ്ട്. അമ്പ് തട്ടാത്ത ഭാഗത്തേക്ക് സൈന്യത്തെ മാറ്റി നിർത്തിയിട്ട് ഖാലിദ് ബിൻ വലീദ് ടെന്റ് കെട്ടി നീണ്ട ദിവസങ്ങൾ ഉപരോധിച്ചു. മുസൈലിമയുടെ പട്ടാളക്കാർ പുറത്തിറങ്ങിയില്ല. കൊണ്ടുവന്ന ഭക്ഷണവും വെള്ളമൊക്കെ തീർന്നു. പട്ടിണിയായി ഇസ്ലാമിക സൈന്യം. പച്ചവെള്ളം കുടിച്ചിട്ട് ഇപ്പൊ ജീവിതം. എന്നാലും തോറ്റു പിന്മാറാൻ അവരുടെ മനസ്സനുവദിച്ചില്ല. പട്ടിണി കിടക്കുന്ന ഒരു ദിവസം രാത്രി രണ്ടൊട്ടകപ്പുറത്ത് എടുക്കാൻ മാത്രം ഭക്ഷണവുമായി ഒരു ചെറുപ്പക്കാരൻ വഴികളിലൂടെ അവരുടെ ടെന്റിന്റെ അടുത്തെത്തി. ഒരു ഇസ്ലാമിക ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട സഹാബിയാരാണ്? അയാളുടെ ടെന്റ് കാട്ടി കൊടുത്ത്, ആ ടെന്റിൽ കിടക്കുന്ന ആളാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ആളെന്ന്. ഈ ഒട്ടകപ്പുറത്തുള്ള ഭക്ഷണമായിട്ട് മൂപ്പർ അങ്ങോട്ട് പോയി ടെന്റിൽ പോയി വിളിച്ചു. ആ സഹാബി പുറത്തിറങ്ങി. ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട നിങ്ങളല്ലേ? അതെ, ഞാനാണ്. എന്നാൽ ഈ ഭക്ഷണം നിങ്ങളുടെ സഹാബത്തിനുള്ളതാണ്, കൂട്ടുകാർക്കുള്ളതാണ്, കൊടുത്തേക്കുന്നു. മൂപ്പരായ ഒട്ടകപ്പുറത്തുനിന്ന് ഭക്ഷണവും പാത്രം താഴേക്ക് ഇറക്കി വെച്ചു. അതിന്റെ മൂടി തുറന്നിട്ട് ബിസ്മി കുട്ടി ഭാര്യന്റെ തിന്നു. തിന്നപ്പോ കൊണ്ടെന്നാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കേട്ടതും പഠിച്ചതൊക്കെ മുസ്ലിങ്ങൾ സഹോദരന്മാരാണ്, അവനവന്റെ വിശപ്പിനേക്കാൾ മറ്റുള്ളവന്റെ വിശപ്പിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരെന്നാണ്. പക്ഷെ ഇപ്പൊ കണ്ടതോ, നിങ്ങളുടെ വിശപ്പ് തീർക്കാൻ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ വാരി തിന്നല്ലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പറഞ്ഞത് സത്യാണ്. എന്റെ വിശപ്പിനേക്കാൾ ഞാൻ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് മറ്റുള്ളവരുടെ വിശപ്പിനാണ്. നീ പറഞ്ഞ ശരിയാണ്. പക്ഷെ ഞാനിപ്പം കൽപ്പിച്ചത് എന്താണെന്നറിയോ? ഞാനിപ്പോ ചെയ്യുന്നത് എന്താണെന്നറിയോ? നീ ആരാണെന്ന് എനിക്കറിയില്ലടോ. നീ കൊണ്ടുവന്ന ഭക്ഷണം എന്താണെന്ന് അറിയില്ല. ഞാൻ ഈ ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ എന്നെ വിശ്വസിച്ചിട്ട് ഇവരെല്ലാരും തിന്നും. നീ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നീ വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ച് തിന്നുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും മരിച്ചു വീഴും. അത് പാടില്ല. ഈ ഭക്ഷണം തിന്നിട്ട് വിഷം ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ മരിക്കും. ഞാൻ മരിച്ചാൽ പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിന്നൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തിന്നത് എന്ന് പറഞ്ഞപ്പോ ഇയാൾ ഇരുട്ടത്തേക്ക് ഓടുമ്പോൾ പറഞ്ഞു, കുന്തുമുഖയുമ്മ, നിങ്ങൾ തന്നെയാണ് ഉത്തമ സമുദായം, വേണമെങ്കിൽ ഒട്ടകത്തിനെ ആർത്തിട്ട് തിന്നോ എന്ന് പറഞ്ഞു ഓടിക്കളഞ്ഞു. ആരാണെന്നൊന്നും അഡ്രസ്സൊന്നും കിട്ടിയില്ല. ഈ ഭക്ഷണം എല്ലാവർക്കും വിളമ്പി ഖാലിദ് ബിൻ വലീദിന്റെ ടെന്റിലേക്ക് ഭക്ഷണം കൊടുത്തിട്ട് മൂപ്പര് പോവാണ്. ആ സമയത്ത് ഖാലിദ് ബിൻ വലീദ്, ബർറാ ബിൻ മാലിക്, ഹിഷാം, ഈ 3 പേര് അവിടെ ഇരിക്കണം. അവര് 3 പേര് അതിന്റെ അകത്തുണ്ട്. ഭയങ്കര ചർച്ചയാണ്. ഈ ഭക്ഷണമായിട്ട് കൊണ്ടുകൊടുത്ത് അപ്പൊ ഖാലിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടുന്ന് കിട്ടി ഭക്ഷണം? അപ്പൊ പറഞ്ഞു, ഒരാൾ കൊണ്ടു തന്നതാ. ആര്? അറിയില്ല. ഒരു നല്ല വേഷവിധാനം ധരിച്ച, നല്ല വസ്ത്രം ധരിച്ച ഒരാൾ കൊണ്ടു തന്നിട്ട് അള്ളാഹു തന്നതാണെന്ന് കരുതിയിട്ട് തിന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഇരുട്ടത്തോടിയുന്നു. കഴിച്ചപ്പോ ബർറാ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഖാലിദേ, ഇപ്പൊ കണ്ടില്ലേ, അള്ളാന്റെ കുതിരത്ത് കൊണ്ട് ആരോ ഭക്ഷണം കൊടുത്തെന്ന് അതിപ്പോ തിന്നു. നാളെ പട്ടിണിയാ. അതുകൊണ്ട് കാര്യം ചെയ്യണം, നാളെ യുദ്ധം തീർക്കണം. മൂപ്പരൻ തീർക്കേണ്ട അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ എങ്ങനെ? ഈ കോട്ട പിടിച്ചെടുക്കാണ്ട് യുദ്ധം തീരുവില്ലല്ലോ. അതിനൊരു മാർഗമുണ്ട് ഖാലിദേ. നാളെ അബൂ ഹുദൈഫയെ ഒരു കാര്യം ഏൽപ്പിക്കണം. അബൂ ഹുദൈഫ ബദറിൽ ചത്തുപോയ ഉത്തുബത്തിന്റെ മകനാണ്. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു ബദറിൽ ഉത്തുബത്ത് ശത്രുപക്ഷത്തുണ്ടാകുമ്പോൾ അബൂ ഹുദൈഫ ഇസ്ലാമിക പക്ഷത്ത് യുദ്ധം ചെയ്ത മനുഷ്യനാണ്. ആ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് ഒരു കഴിവുണ്ട്. എന്താ കഴിവ്? കെട്ടിട നിർമ്മാണ കലയിൽ, അറേബ്യയിലെ കെട്ടിട നിർമ്മാണ കലയിൽ വാസ്തുശില്പ കലാരംഗത്ത് അഗ്രഗണ്യൻ, ഒരു എഞ്ചിനീയറിംഗ് പാഠമുള്ള മനുഷ്യനാണ് അബൂ ഹുദൈഫ റളിയല്ലാഹു. അപ്പൊ അബൂ ഹുദൈഫയെ നിയോഗിക്കണം ഈ കെട്ടിടത്തിന് ചുറ്റങ്ങൾ നടക്കാൻ. എവിടെ നിന്നാണ് അമ്പ് വരുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കട്ടെ. അമ്പ് വരാത്ത ഭാഗവും കണ്ടുപിടിക്കട്ടെ. രാത്രി ബാക്കി ഞാൻ പറഞ്ഞുതരാന്ന്. പിന്നീട് അബൂ ഹുദൈഫയെ നിയോഗിക്കപ്പെട്ടു. അമ്പ് വരുന്ന ഭാഗവും അമ്പ് വരാത്ത ഭാഗവും കണ്ടുപിടിച്ചു. രാത്രി ഖാലിദ് ബിൻ വലീദ് ചോദിച്ചു, എന്താ തീരുമാനം? അപ്പൊ പറഞ്ഞു, അമ്പ് വരാത്ത ഭാഗത്ത് എന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾ സൈന്യത്തെ 2ആയി വിഭജിക്കണം. വലിയ വിഭാഗം മെയിൻ ഗേറ്റിന്റെ അടുത്ത് പോയി നിൽക്കണം നിങ്ങളുടെ നേതൃത്വത്തിൽ. ബാക്കില് അമ്പ് വരാത്ത ഭാഗത്ത് എന്നെ ഒരു വലിയ കുന്തത്തിന്റെ മേലെ കെട്ടണം. വലിയ മതിലാണ്, ഹദീഖത്തുർ റഹ്മാന്റെ മതിൽ കയറി പോകാൻ പറ്റൂല. ഒരു മുളയുടെ മേലെ, കുന്തത്തിന്റെ മേലെ എന്നെ കെട്ടിയിട്ട് മേലോട്ട് പൊക്കണം, കൊക്ക കെട്ടും പോലെ. എന്നിട്ട് മേലെ എത്തിയാൽ ഞാൻ കെട്ടിച്ചിട്ട് ആ മതിലിന്റെ മേലെ നിന്ന് താഴേക്ക് ചാടും. എന്നിട്ട് ഞാൻ വാതിൽ തുറന്നു തരുമ്പോ നിങ്ങളകത്ത് കയറിയിട്ട് യുദ്ധം ചെയ്യണം. ബർറാ ഈ അഭിപ്രായം പറഞ്ഞപ്പോ ഖാലിദ് റളിയല്ലാഹു കൊണ്ട് ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ പറയണത് എന്ത് വർത്താന? 25,000-ഓളം പട്ടാളക്കാരെ അതിന്റെ അകത്തുണ്ട്. ഓരോരുത്തരും ഓരോ വെട്ട് വെട്ടിയാൽ ബർറാ 25,000 പീസാവും. അപ്പൊ ബർറാ ഇബ്നു മാലിക്കിന്റെ മറുപടി, ഈ ബർറാ മരിച്ചാൽ നിങ്ങൾക്കെന്താ ഖാലിദേ? ബർറാ പോയാ പോട്ടേന്നു. ഈ ബർറായിൽ എന്ന നിലയും വരെയുള്ള ബർറാവ് പോയിട്ട് ദീന് വളരണം. ഇവിടെ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ബർറാവിനെ പറ്റിയാൽ അതാ ബാക്കി ഉണ്ടാവുക. ഇത് അള്ളാഹു എനിക്ക് തോന്നിപ്പിച്ചെന്നതാ എന്ന് പറഞ്ഞപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, അങ്ങനെ ഒരു തന്ത്രം കൂടി പയറ്റാൻ. രാത്രി സൈന്യത്തെ 2ആക്കി വിഭജിച്ചു. ഒരു സംഘത്തെ മെയിൻ ഗേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. മറു സംഘം ഇപ്പുറത്ത് പണിയെടുപ്പ് തുടങ്ങി. ബർറാ ഇബ്നു മാലിക്കിനെ കുന്തത്തിന്റെ മേലെ കെട്ടിപ്പൊക്കാൻ. ഏതാണ് ആ ഈമാൻ? എന്താ ഈമാൻ? നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ തീരുമാനിച്ച നമ്മളെന്താ പറയാ? കെട്ടാൻ ഒരുത്തൻ തീരുമാനിച്ചോൻ പറയില്ലേ, ഞാൻ 86 കിലോ ഉണ്ട്, കൊള്ളി പൊട്ടിപ്പോയി, ഇവൻ 40 ഉള്ളൂ, ഓനെ കെട്ടിക്കൊന്നറിയില്ല. ഇത് സ്വന്തം തീരുമാനിച്ചു, എന്നെ കെട്ടിപ്പോക്ക് മരണം എനക്ക് പുല്ല.
ബർറാ ഇബ്നു മാലിക്കിനെ കെട്ടിപ്പൊക്കിയ മതിലിന്റെ മേലെ, ആ മതിലിന്റെ മേലെ കയറി കുത്തിയിരുന്ന ബർറാ റളിയല്ലാഹു അൻഹു ഹദീഖത്തുർ റഹ്മാൻ എന്ന തോട്ടം നോക്കിയിട്ട് അല്ലാഹനെ സ്തുതിച്ചിട്ട് സമയം കളഞ്ഞാലിതൊക്കെ ബാക്കി. പട്ടാളക്കാർ ഒരു പന്തം കത്തിയിട്ട് ഹദീഖത്തുർ റഹ്മാന്റെ തോട്ടത്തിൽ കിടന്നുറങ്ങാൻ. മൂപ്പര് മേലേന്ന് ഒരു ചാട്ടം താഴെ ചാടി വീണപ്പോ ഒരുത്തനോട് ഉറങ്ങുന്നത് ഓനെ തലക്കൊരു വിട്ടുകൊടുത്ത് മെല്ലെ തല മുറിഞ്ഞപ്പോ ഇവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ തല ഓലോട് വെച്ച് നീടാ പോത് കിടക്കടാടാന്ന്. പോത്തിനെ അടുത്തിട്ട് എണീച്ചു കൊടുത്തില്ല. ആ മോഡൽ പുറക്കത്തെ വെട്ടുകെട്ടിട്ട് എണീച്ച്. ഇപ്പൊ തലയില്ല, തലയില്ലാണ്ട് എണീച്ചിട്ട് അടുത്തന്നെ കാണും. അപ്പൊ മൂപ്പർക്ക് തോന്നി നല്ല പരിപാടിയാന്നല്ല, കൊടുത്ത മറ്റൊരിക്കൊരു വെട്ട്, അതാ എണീക്കുന്നത്, അതാ കിടക്കുന്നത്. മൂപ്പര് തോന്നി ഇത് ഇങ്ങനെ കിടന്ന് ഉഷാറാക്ക. കൊറേ മുറിച്ചു. അപ്പൊ ഈ വാതിൽ ഉറക്കേണ്ട കാര്യം മറന്നുപോയി. അല്ല മറപ്പിച്ചത്, അതിന് വേറെ കാരണമുണ്ട്. കാരണം ബർറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വാതിൽ തുറത്താൽ ഖാലിദിന്റെ സൈന്യം ഉള്ളോട്ട് കയറും. പിന്നെ യുദ്ധം നടക്കൽ എവിടെയാ? ഉറങ്ങിക്കിടക്കുന്നവരാണ്. ഉറങ്ങിക്കിടക്കുന്നത് മരിച്ചു കിടക്കുന്ന ദിവസമാണ്. മരിച്ചവനോട് യുദ്ധം നടത്തിയിട്ട് ഇസ്ലാമിക യുദ്ധം ജയിക്കേണ്ട കാര്യമില്ല. അള്ളാഹ് തൽക്കാലം എന്താക്കി, മൂപ്പരെ കൊണ്ട് വാതിൽ തുറപ്പിച്ചില്ല. മൂപ്പര് പരിപാടി നടത്തിക്കൊണ്ടിരിക്കാൻ. മൂപ്പർക്ക് പിന്നെ തോന്നി ഇത് ഒറ്റക്ക് തീരൂല, ഇവര് പരസ്പരം മരിക്കലാന്നല്ലേ. ഈ പന്തം കുത്തിക്കടത്തി ഇരുട്ടാക്കിയിട്ട് ആടെ കുത്തിയിരുന്നിട്ട് തക്ബീർ അടിച്ച് അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് കേട്ടാ മുസൈലിമിന്റെ ആൾക്കാർക്ക് അടക്കാറാവും, ദേഷ്യം പിടിക്കും. കാരണം അശ്ഹദു അന്ന മുസൈലിമ റസൂലുള്ളാഹ് അവർ പറയുന്നത് അവിടെ ഷഹാദത്ത് അതാണ്. മുസൈലിമയാണ് അവരുടെ പ്രവാചകൻ. മുഹമ്മദ് റസൂലുള്ളാഹ് അത് കേട്ട വിവരം കേട്ട് എഴുന്നേറ്റു. ഇരുട്ടത്തെ വെട്ടു തുടങ്ങി. എടാ മുസ്ലിം സൈന്യം കയറിയിട്ടുണ്ട്, പരക്കം വെട്ട്. മൂപ്പര് ഒരു കല്ലുമ്മ ഇരുന്നിട്ട് പറഞ്ഞു, ശരിക്കും നോക്കുമാനെ ഞാൻ ഇടുന്നുണ്ട്. സ്ട്രോങ് കുറയുമ്പോ പോയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിരിക്കും. പിന്നെ ഇവര് തുടങ്ങും. അവസാനം ഒരുത്തൻ പന്തം കത്തിച്ചു കൊണ്ട് നോക്കുമ്പോ സ്വന്തം പാർട്ടി സിന്താവാ. ഒരുത്തൻ പറഞ്ഞടാ ഇതെല്ലാം നമ്മളെ പാർട്ടി. നീയല്ലേ പറഞ്ഞ 5 ആളെ കൊന്ന് താ കിടക്കുന്നു, അത് നമ്മളെ പാർട്ടിയല്ലേ. ഇരുട്ടത്തെന്ത് പാർട്ടി? ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് വെട്ടുക എന്നല്ലാണ്. ബർറാ റളിയല്ലാഹു കല്ലും വരുന്നിട്ട് ചിന്തിച്ച് പടച്ച റബ്ബേ ഞാൻ വേണ്ടാത്ത പണി എടുത്തത്. അന്നേരം തന്നെ വാതിലോർന്ന് കൊടുത്താൽ ശരിയാക്കുമായിരുന്നു. ഇനിയിപ്പോ എന്താ എന്നെ പിടിക്കും? പിടിച്ചിട്ട് നടക്കണമെന്നില്ല. അതിന് പിടിച്ചല്ലോ എന്ത് കാര്യം? മൂപ്പര് കഴിഞ്ഞിട്ട് ഒറ്റ ഓട്ട ഓടുമ്പോ ഒരുത്തം കണ്ടിട്ട് പിടിക്കണമെന്നോ. ബർറാവിനെ പിടിക്കാൻ അങ്ങുള്ള 2 ആളോട് പറഞ്ഞു. അവര് മൂപ്പരെ പിടിക്കാൻ വരുമ്പോ മൂപ്പരെന്ത് ചെയ്തെന്നറിയോ? കയ്യിൽ വാളുണ്ട്, കടാരെടുത്തു. 2 ആള് വരുമ്പോ ഒരൊറ്റ പൊട്ടൊരുത്തിന് ഒരു കുത്ത് മറ്റോനിക്ക് അവനെ കീറി അങ്ങോട്ട് എറിഞ്ഞിട്ട് ഈ വലിയ ഇരുമ്പിന്റെ കപാടം വലത്തെ കൈ കൊണ്ട് പിടിച്ചു. തുറക്കാൻ നോക്കുമ്പോ കിട്ടി വെട്ട്. ഈ ഇങ്ങനെ മുറിഞ്ഞിട്ട് ഈ കൈ തോലും ഇങ്ങനെ തൂങ്ങി. പക്ഷെ അടുത്ത കൈ കൊണ്ട് വാതിലാണ്ട് തുറന്നു. വാതിൽ തുറന്നിട്ട് ഖാലിദും കൂട്ടരും യുദ്ധക്കളത്തിലേക്ക് അങ്ങോട്ട് കയറി. രാത്രി ആ പന്തത്തിന്റെ വെളിച്ചത്തിൽ ഘോര സംഘട്ടനം നടക്കുമ്പോ മൂപ്പര് ഒരു കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ട് യുദ്ധം ചെയ്യാണ്. ബർറാ ഇബ്നു മാലിക് അബൂദുജാനാണ് അഭിപ്രായം റളിയല്ലാഹു അൻഹു. പക്ഷെ അബൂദുജാനയല്ല പ്രബലാഭിപ്രായം ബർറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഈ കൈ ഇങ്ങനെ ആട്ടിയിട്ട് യുദ്ധം ചെയ്യുമ്പോ ഒരുത്തൻ വെട്ടാൻ വന്നു. അവനെ വെട്ടും പോണം, കൈ അടങ്ങേറും. മൂപ്പരിങ്ങനെ ബാണിങ്ങനെ പൊക്കി പിടിച്ചിട്ട് കൈയെടുത്ത് കല്ലും വെച്ചു. ഇങ്ങനെ ഈ ആടുന്ന കൈ കല്ലും വെച്ചിട്ട് ചവിട്ടിയായിട്ട് വെച്ച ഒറ്റ വലി അങ്ങോട്ട് വലിച്ചപ്പോ കൈ അങ്ങോട്ട് പറഞ്ഞു ചോരടെ പോയി. പള്ള പുറത്തേക്ക് വന്നപ്പോ വന്നവനെ വെട്ടിയിട്ട് ബർറാ വാളവിട്ടിട്ട് പള്ള പൊത്തിപ്പിടിച്ച് വീണ് കിടന്ന് പെടഞ്ഞ് ഷഹീദാകുമ്പോ ചരിത്രം എഴുതി ബർറാ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ഖാലിദിന് യമാമ കീഴടക്കാൻ പറ്റൂല. ആ ബർറാ ഷഹീദാകുമ്പോ അത് നോക്കലല്ല സഹാബത്തിന്റെ ലക്ഷ്യം, മറുഭാഗത്ത് യുദ്ധമാണ്, കൊടുമ്പിരി കൊണ്ട യുദ്ധം. അർദ്ധരാത്രിയിൽ ഹദീഖത്തുർ റഹ്മാൻ ചെറുപ്പക്കാര് ഉയർന്നു പാടോ സ്വഹാബാക്കൾ കുതിച്ചിടുന്നു. കുഫറിനുള്ളിൽ ഭയം കയറിയിടുന്നു. പടനിലം പൊടി നിറഞ്ഞു ഉയർന്നു പാടോ സഹാബാക്കൾ കുതിച്ചിടുന്നു. കുഫറിനുള്ളിൽ ഭയം കയറിയിടുന്നു. തിരിഞ്ഞു നോക്കി ആരാ വിളിക്കണത്? അടുത്ത് വന്ന് നോക്കുമ്പോ ഫർഹനാസ്. എന്റെ പെങ്ങളോ? നീ അങ്ങനെ എവിടെ വന്നു? കള്ളപ്രവാചകന്റെ കൊട്ടാരത്തിൽ നിനക്കെന്താ കാര്യം? അവള് പറഞ്ഞത് വലിയ കഥ, നീ പോയി യുദ്ധം ചെയ്യും. യുദ്ധോ? ഞാനോ? എന്റെ ഉപ്പാന്റെ മുതുകത്ത് പറഞ്ഞ പെൺകുട്ടി മുസൈലിമയുടെ കൊട്ടാരത്തിൽ നിൽക്കുന്ന കാരണം അറിയാതെ ഞാൻ എന്ത് യുദ്ധം ചെയ്യാനാണ്? എന്റെ സഹോദരി മുസൈലിമയുടെ പക്ഷത്തായി നിന്നതെങ്കിൽ ആദ്യത്തെ യുദ്ധം നിന്നോടാണ്. നിന്റെ തല ഞാൻ വെട്ടിപ്പിടിക്കും. പറയണി എങ്ങനെ ഇവിടെ എത്തി?
അവൾക്ക് മനസ്സിലായി ആദർശത്തിന്റെ അപ്പുറത്ത് രക്തബന്ധമില്ല ഹാരിസിന്. സത്യം പറഞ്ഞില്ല എന്നെ കൊല്ലൂന്ന് ഉറപ്പുള്ള പെണ്ണ് പറഞ്ഞു, നീ സഹിക്ക്, ക്ഷമിക്ക്, യുദ്ധം നടക്കാൻ. അപ്പൊ കഥ പറഞ്ഞു കൊടുക്കാൻ ഉപ്പ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങ് വന്നത്. കഥയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, വാരിക്കൊഴി കൊഴിക്കുന്നത് വിവരം നിങ്ങൾ അറിഞ്ഞത് ആളെ തിരിഞ്ഞിട്ടല്ലോ, ഇതെന്റെ വേലക്കാരി പെണ്ണാൻ, ഇവളാണിന്റെ മൂലം കെട്ടിച്ചിട്ട് പറഞ്ഞു വിട്ടിട്ട് അറിയിച്ചതാ. ഭക്ഷണം ഞാൻ നല്ലോണം തിന്നില്ലേ, എവിടെന്നാ കിട്ടിയത് ചിന്തിച്ചിട്ടുണ്ടാ? ഈ പട്ടാളക്കാർക്ക് തിന്ന മുസൈലിമന്റെ കൊട്ടാരത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണം അത് ഇവർ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ ഊടുപടികളിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തന്നതാ, തിന്നില്ലേ? അപ്പൊ പറഞ്ഞു അൽഹംദുലില്ലാ, അപ്പൊ നീ മുസൈലിമിന്റെ പെണ്ണല്ല അല്ലേ? അൽഹംദുലില്ലാ, രക്ഷപ്പെട്ട്. മുസൈലിം എവിടെ? അപ്പൊ ഫർഖനാസ് പറഞ്ഞു, മുസൈലിമനെ നിങ്ങൾ നേരം മുഴുക്കോളം പറഞ്ഞാൽ കാണൂല, പക്ഷെ ഞാൻ കാണിച്ചു തരാം. ബാ, കൂട്ടിക്കൊണ്ടുപോയി ഹദീഖത്തുർ റഹ്മാന്റെ തോട്ടത്തിന്റെ ബേക്കിൽ ഭൂമിക്കുള്ളിലേക്ക് ഒരു ഗുഹ. എന്നിട്ട് പറഞ്ഞു, ഇതൊരു വാതിലാണ്, ചവിട്ടിക്കോ, അതിന്റെ ഉള്ളിൽ ഹംക്കുണ്ട് പറഞ്ഞു. ഒറ്റ ചവിട്ട് വാതിലടന്ന് തെറിച്ചിട്ട് കിടക്കുന്ന മുസൈലിമന്റെ നെഞ്ചത്തെ വീട്. എന്റെ അപ്പ നെഞ്ചത്തെ വീട് മുസൈലിമ. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഈ പുറത്തെ വെളിച്ചത്തിൽ രണ്ടാളിങ്ങനെ നിൽക്കുന്നു ഗുഹന്റെ മുന്നിൽ. മുസൈലിമ ചോദിച്ചു, ഏയ് പട്ടാളക്കാരെ, മുഹമ്മദിന്റെ പക്ഷക്കാർ കേറിയോ? അവര് പറഞ്ഞു, പിന്നെ ഫുള്ള് കേറി. എവിടം വരെ കേറി? ഇവിടം വരെ കേറി. അപ്പൊ ഞങ്ങള് മുഹമ്മദിന്റെ പക്ഷക്കാരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിന്നെ കൊല്ലാൻ. എന്തിന്? വെറുതെ. മുസൈലിമ ഈ സമയത്ത് ഒറ്റ കണ്ണുകൊണ്ട് ഒരു കണ്ണാ ഉള്ളൂ. മുസൈലിമയുടെ ശരീരപ്രകൃതി ചരിത്രത്തെ പറഞ്ഞിട്ട് ഒരു കണ്ണ് ചെറുപ്പത്തിൽ പൊട്ടിപ്പോയതാ, പക്ഷെ മറ്റേ കണ്ണിൽ 110 വോൾട്ടേജാ. മഹാവൻ മുഖം പരന്നതാ, മുടി ചുരുണ്ടതാ, ശരീരത്തിന് മഞ്ഞ കളറാ, ഘോരമായ ശബ്ദമാ, നീണ്ട ഒരു മനുഷ്യനാ, ആജാന് ബാബുവ. മുസൈലിമയെ കുറിച്ച് ചരിത്രം അങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ആ മുസൈലിം ഒറ്റ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കണം. എന്തിനെന്നറിയോ? പുറത്തേക്ക് ഓടേണ്ട സ്ഥലം. ഇവരെ കാലിന്റെ ഇടക്കൂട്ട ശൈത്താൻ ഒറ്റ ഓട്ടം ഓടുമ്പോ പറഞ്ഞു കിട്ടുമ്പോ പിടിച്ചോ. ഇവനറിയാലോ ഹദീഖത്തുർ റഹ്മാന്റെ തോട്ടത്തിലെ വരമ്പ് ഇവിടെ ഇവിടെ കുഴിയോടെന്നൊക്കെ തൊടനറിയാം. ഇവൻ അതൊക്കെ തുള്ളി ഓടിക്കൽക്ക്. ഇവർക്ക് ഉണ്ടാക്കും പരിചയമില്ല. ഇവന്റെ ബാക്കിലോടും കഞ്ഞെട്ടി പോവും, പിന്നെ എഴുന്നേറ്റോടും പിന്നെയും പോവും. വരമ്പത്ത് നിറഞ്ഞ അപ്പുറത്ത് പോവും, ഇരുട്ടത്ത് പന്തം കത്തിച്ചിട്ട് അപ്പുറം യുദ്ധം. അപ്പൊ മുസൈലിമ ഇവർ ബാക്കിലോടുമ്പോഴും നമുക്ക് ഇങ്ങോട്ടോടും, ഇങ്ങോട്ടോടുമ്പോഴും പന്നി അങ്ങോട്ടോടും. 4 ഭാഗത്ത് ഇവന്റെ ഓട്ടം തന്നെ. ഒരു തരത്തിലും പിടിക്കാൻ കിട്ടുന്നില്ല. ഹാരിസ് കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ വീണാൽ നീ വിടരുത്. മൂപ്പര് പറഞ്ഞു, ഞാൻ വീണാൽ നിങ്ങളും വിടരുത്. രണ്ടാളും കൂടി ഓടി തളർന്നു. പക്ഷേ ഓടുന്ന മുസൈലിമ പെട്ടെന്നുണ്ട് ഒരു അട്ടഹാസം. അട്ടഹസിച്ചിട്ട് ഇവനങ്ങ് വീണു. ഇവരടുത്തെത്തി ഓടിയിട്ട് കെട്ടന്നങ്ങനെ പെട്ടക്കാണ് മുസൈലിമനെ പിടിച്ചിവിടെ മലർത്തി കിടത്തി എന്താ അവന് പറ്റിയ നോക്കാൻ. അപ്പൊ നെഞ്ചത്ത് കൃത്യമായിട്ട് ഹൃദയത്തെ തുളച്ചിട്ട് ഒരു ചാട്ടുളി കയറിയിട്ടുണ്ട്. ഇതാരാ? ഓടുന്നവന്റെ നെഞ്ച് കൃത്യമാക്കി ഇരുട്ടത്തിങ്ങനെ എഴുതിവിടാൻ കഴിവുള്ളവനാരാണ്. ഇവര് 4 ഭാഗം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ ഒരു ചെടിയുടെ ബാക്കിൽ നിന്ന് ഒരു കുറിയ കറുത്ത മനുഷ്യൻ പുറത്തേക്ക് വന്നു. അവർ സൂക്ഷിച്ചു നോക്കിയിട്ട് അറിയാണ്ട് പറഞ്ഞുപോയി, വഹ്ശി നീ? അതെ, ഞാൻ വഹ്ശി. ഉഹദിന്റെ മണ്ണിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊന്ന അതേ വഹ്ശി. വഹ്ശി എന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, വഹ്ശി നീ? ഞാൻ അവനെ കൊന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ ഉഹദ് രണഭൂമിയിൽ ഏത് കെട്ട പക്ഷിയാ ഞാൻ. ആ ചാട്ടുളി കൊണ്ടതാ ഈ വൃത്തികെട്ടവന്റെ നെഞ്ചും ഞാൻ തുളച്ചു കഴിഞ്ഞു. നെഞ്ച് തുളച്ചുവിട്ട ഒരു കാലഘട്ടത്തെ ഹിന്ദിന്റെ അടിമയായ വഹ്ശി പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വരികയും മുസ്ലിം സൈന്യത്തിന്റെ മുന്നണി പോരാളിയിൽ ഒരാളാവുകയും യമാമ യുദ്ധകളത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ബദറായി വന്ന കള്ളപ്രവാചകന്റെ നെഞ്ച് തുളച്ചിട്ട് ആ പഴയ ചാട്ടുളി എഴുതി വിട്ട് വഹ്ശി എന്നിട്ട് കൊന്നുകളഞ്ഞു. അങ്ങനെ ചാട്ടുളി പറിച്ചെടുക്കാതെ വഹ്ശി നടന്നുപോയി യുദ്ധകളത്തിലേക്ക്. അവന്റെ ചാട്ടുളി പറിച്ച് അവൻ മരിച്ചു കിടക്കുന്ന ചത്ത ശവമായ മുസൈലിമയെ വലിച്ചു കൊണ്ടുവന്ന് ഖാലിദ് ബിൻ വലീദിന്റെ മുന്നിൽ നിർത്തി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അവന്റെ മയ്യത്ത് കണ്ടിട്ട് ആ ഹദീഖത്തുർ റഹ്മാൻ ചുറ്റും നടന്നു. ഇങ്ങോട്ട് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് ആ മയ്യത്തിന്റെ അടുക്കൽ നിന്ന് കരഞ്ഞു. സഹാബ ഞെട്ടിപ്പോയി. കള്ളപ്രവാചകന്റെ മയ്യത്തിനടുക്കൽ കരച്ചലോ? ഖാലിദോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഇവൻ മരിച്ചത് കൊണ്ടല്ല ഞാൻ കരയണത്. ഈ കാലഘട്ടം ഇതുവരെയായിട്ടും ഇസ്ലാമിക യുദ്ധക്കളത്തിൽ എത്രമാത്രം പേർ ഷഹീദായിട്ടില്ല. ബദറിലും ഉഹദിലും ഖന്തഖിലും ഖൈബറിലും ഹുനൈനിലും ഒക്കെ യുദ്ധം നടന്നിട്ടും ഇത്ര പേർ ഷഹീദായിട്ടില്ല. വിരലിൽ എണ്ണാവുന്നവരാ ഷഹീദായത്. പക്ഷേ യമാമ പോർക്കളത്തിൽ ഷഹീദായവർ എണ്ണറിയണം നിങ്ങൾക്ക്. 1200 മുസ്ലിം ചെറുപ്പക്കാരാണ് യമാമ യുദ്ധക്കളത്തിൽ
ഷഹീദായി വീണത്. അപ്പൊ യുദ്ധത്തിന്റെ കടുപ്പം നിങ്ങൾ കണക്കൂട്ടിക്കോ, ഹുസൈനുമയുടെ ആയുധ ബലവും കണക്കൂട്ടിക്കോ. 1200 പേരിൽ 39 പേര് ഹാഫിദീങ്ങളാണ്. ഖുർആൻ ഒരുമിച്ച് കൂട്ടാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൽബിന്റെ കത്തേക്ക് വന്ന ആദ്യത്തെ ഒരാഗ്രഹം യമാമ പുർക്കളത്തിൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനപ്പാടമൊക്കെ ഹാഫിദീങ്ങൾ ഷഹീദാകുമ്പോൾ ഈ ഖുർആൻ പിന്നീട് ആരിലേക്ക് എത്തിപ്പെടുകയില്ലേ എന്ന് പേടിച്ചുകൊണ്ടാണ് പിന്നീട് വിശുദ്ധ ഖുർആൻ ഒരുമിച്ച് കൂട്ടാൻ. ഇതാണ് കാരണം. ഇങ്ങനെ പല യുദ്ധങ്ങളിലും സഹാബത്തിന്റെ ഷഹീദാണ്, അതുപോലെ തന്നെ വഫാത്താണ്. വിശുദ്ധ മുസാഫ് ഒരുമിച്ച് കൂട്ടി മുസാഫായി രൂപത്തിലേക്ക് തിരിച്ചു വരാൻ കാരണം. അപ്പോ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയണ 1200 പേര് ഷഹീദായിട്ടുണ്ട്. ജനങ്ങൾ പറഞ്ഞു 30,000 എണ്ണം ഷഹീദായിട്ടും ഈ ഹംകിനെ പിടിച്ചു, എന്നാലും ലോക ചരിത്രം നിങ്ങൾക്ക് ഇതിന് പറയില്ല എന്ന് പറഞ്ഞിട്ട് ഖാലിദ് ബിൻ വലീദിനെ സമാധാനിപ്പിച്ചപ്പോ തന്റെ പ്രിയപ്പെട്ട ഉപസൈന്യാധിപൻ മഹാനായ ഹിശാം റളിയല്ലാഹു അൻഹുവിനെ യമാമയുടെ തൽക്കാല അവകാശം ഏൽപ്പിച്ചുകൊണ്ട് പിറ്റേന്ന് പ്രമാദത്തിൽ ആ യമാമ പുർക്കളത്തിൽ വെച്ച് സുബഹി നിസ്കരിച്ച ഖാലിദ് ബിൻ വലീദ് മദീനയിലേക്ക് പുറപ്പെടാൻ പോകുമ്പോ ഹാരിസ് ഓടി വന്നിട്ട് പറഞ്ഞു, രണ്ടാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. തന്റെ പ്രിയപ്പെട്ട സഹോദരിയും ഫർഹനാസിനെയും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന വേലക്കാരിപ്പെണ്ണിനെയും. ഇവരാണ് നമുക്ക് വിവരമറിയിച്ചത്, ഇവരാണ് ഭക്ഷണം തന്നത് എല്ലാം പറഞ്ഞപ്പോ ആ രണ്ട് പെണ്ണിനും വേണ്ടി ഖാലിദ് ബിൻ വലീദ് എന്ന ലോകനായകൻ മഹാനായ സൈഫുല്ലാഹി ഖാലിദ് ബിൻ വലീദ് ദുആ ചെയ്തു. എന്നിട്ടോ ആ സംഘം പുറപ്പെടുമ്പോ ഹാരിസ് പറഞ്ഞു, ഖാലിദേ, മാസങ്ങൾ 6 നിങ്ങളുടെ കൂടെ യുദ്ധക്കളത്തിൽ എന്റെ പിതാവിനെ എനിക്കൊന്ന് കാണണം, അത് കഴിഞ്ഞിട്ട് ഞാൻ മദീനയിലേക്ക് വരാം. സമ്മതം കൊടുത്തു ഖാലിദ് ബിൻ വലീദ്. അങ്ങനെ വലിയൊരു സൈന്യം യമാമ പുർക്കളത്തിൽ നിന്ന് ഹദീഖത്തുർ റഹ്മാൻ എന്ന മരണം വിതച്ച പൂന്തോട്ടത്തിൽ നിന്ന് മദീന മുനവ്വറയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോ ഒരു കൊച്ചു സംഘം ഹാരിസ് തന്റെ പെങ്ങളെ പിടിച്ചൊരു കുതിരപ്പുറത്തിലെത്തി അവരുടെ കയ്യിൽ ആബിദിനെ കൊടുത്തു. അവരും യാത്ര പറയാൻ പോകുമ്പോ ഈ തോട്ടത്തിൽ വെച്ചൊരു കരച്ചിൽ. തിരിഞ്ഞു നോക്കുമ്പോ കണ്ടത് റമിയ എന്ന വേലക്കാരി പെണ്ണ്. സ്വന്തം പിതാവും മാതാവും ഇസ്ലാം വിശ്വസിച്ചു, റസൂലുള്ളാഹിനെ വിശ്വസിച്ചു എന്ന കാരണത്താൽ മുസ്ലിമിയുടെ പട്ടാളക്കാർ രാത്രി വീട്ടിന് തീ വെച്ചിട്ട് കൊലപ്പെടുത്തുകയും വഴിവക്കിൽ വെച്ചിട്ട് കുത്തിക്കൊല്ലുകയും ചെയ്തു ആ പെണ്ണിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ. അന്ന് കേവലം ചെറിയ കുട്ടിയായ റമിയ എന്ന പെണ്ണിനെ പിടിച്ചിട്ട് മുസ്ലിമിയുടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് അടിമപ്പെണ്ണായിട്ട് അടിമപ്പെണ്ണ് ആദർശം പണയം വെക്കാണ്ട് ഇസ്ലാമിന്റെ മോളായി മുസ്ലിമിയുടെ കൊട്ടാരത്തിൽ ജീവിച്ചു. ആ അടിമപ്പെണ്ണ് റമിയ കരഞ്ഞപ്പോ ഫർഹനാസ് ഓടി വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഹാരിസോട് പറഞ്ഞു, യുദ്ധാനന്തര ഗനീമത്ത് മുതലിൽ ഇവൾ നിനക്ക് അവകാശപ്പെട്ടതാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ തിരുനാക്കിൽ നിന്ന് നീ നിക്കാഹ് ചെയ്തിട്ട് ഇവളെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവളെ മറ്റൊരു കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി. മരണം വിതച്ച പൂന്തോട്ടം 1200 സഹാബകൾക്കും അതിന്റെ 10 ശത്രുക്കൾക്കും മരണം വിതച്ച പൂന്തോട്ടമായ ഹദീഖത്തുർ റഹ്മാൻ എന്ന യമാമയിലെ തോട്ടത്തിൽ നിന്ന് ആ 2 സംഘം പുറത്തേക്ക് ഇറങ്ങി. ഒരു സംഘം വളരെ മുന്നിൽ പോകുന്ന മദീനയിലേക്ക്, മറ്റൊരു സംഘം ദിജ്ല നദിയുടെ കരയിലൂടെ ഉമാറയിലേക്ക് നടന്നു പോകുമ്പോ ഹാരിസ് അറിയാതെ തിരിഞ്ഞു നോക്കി. റമിയ നാണവുകൊണ്ട് തല താഴ്ത്തി.